30-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് എല്ലാവരും എയർപോർട്ടിലെത്താം. രാത്രി 8:45 നമ്മുടെ ഫ്ലൈറ്റ് നേരെ ദമാമിലേക്ക്. ഓക്കെ, കയറി കഴിഞ്ഞാൽ ചെറിയ സമയം കൊണ്ട്, അതായത് 2-2.25 മണിക്കൂർ കൊണ്ട് 8:45 കയറി നമ്മൾ 9:45, 10:45, 11 മണിയാവുമ്പോൾ ശരാശരി നമ്മൾ ഇവിടെ എത്തും, ദമാമിൽ ഇറങ്ങും. രാത്രി 11 മണിക്ക് കേട്ടാ. അപ്പൊ സമയത്തെ കുറിച്ച് ഐഡിയ ഇട്ടില്ലേ? 11 മണിക്ക് ഇറങ്ങിയ നമ്മള് അവിടുന്ന് പിന്നെ ഓൾറെഡി നമ്മൾ ഇവിടുന്ന് കരിപ്പൂർന്ന് പോകുമ്പോൾ കയ്യിൽ ഫുഡ് തരും, നമ്മൾ കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഫുഡിനെ വെച്ചിട്ട് നമ്മൾ വൈകുന്നേരം 5 മണിക്ക് എത്തുന്നേ. നമ്മൾ കാര്യം രാത്രി ഭക്ഷണം കഴിച്ചുള്ള എന്ത് ചെയ്യും, നമ്മൾ ഇപ്പൊ 8:45 നമ്മുടെ ഫ്ലൈറ്റ്. അപ്പൊ നമ്മളെ ബോർഡിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇരിക്കുന്ന സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നേരെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ കയറും. അല്ലെങ്കിൽ 11 മണിയാകുമ്പോൾ പിന്നെ നമുക്ക് കഴിക്കണമെങ്കിൽ അപ്പൊ സമയം ഒരുപാട് ഡിലേ വരും, പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെ ബുദ്ധിമുട്ടായി പോകും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ 11 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല ഉറക്കക്ഷീണത്തിലുണ്ടാവുക. നമ്മൾ നേരെ ഇറങ്ങുന്നു, നേരെ ബസ്സിൽ കയറുന്നു, നേരെ നമ്മൾ മക്കയിലേക്ക് പിടിക്കാം. ഈ സമയത്ത് ഏകദേശം നമ്മൾ ഉറങ്ങി എണീക്കുക പിന്നെ സുബീന്റെ സമയത്തല്ലേ അല്ലേ? അങ്ങനെ നമ്മൾ അവിടെ സുബി നിശ്ചയിക്കാൻ വേണ്ടി പോകുന്ന വഴിയിൽ സ്വലക്ക് നിർത്തും ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞാലുള്ള നമ്മുടെ യാത്രയുള്ള ഭക്ഷണമൊക്കെ ഉണ്ടായിരിക്കൂട്ടാ ഇൻഷാ അല്ലാഹ്. ഏകദേശം നമ്മുടെ മനക്കണ്ട് പ്രകാരം 13 മണിക്കൂർ നമുക്ക് ശരിക്കും റണ്ണിങ് ഉള്ളു. യാത്ര പക്ക പോകണമെങ്കിൽ അതിന് നിസ്കരിക്കാനൊക്കെ ഇറങ്ങുന്നതുകൊണ്ടാണ് ഈ 15-16 പറയാൻ കാരണം. അപ്പൊ ശരാശരി നമ്മൾ തോയിഫിൽ എത്തുന്ന സമയം എന്ന് പറഞ്ഞാല് അടുത്ത ദിവസം ഏകദേശം എത്ര മണിയാവും? ഒന്ന് കൂട്ടി സഹകരിക്ക്. എന്ത് ആൾക്കാരങ്ങളിൽ ഞാൻ പറഞ്ഞ ഫ്ലോയില് സമയങ്ങൾ പറഞ്ഞത് രാത്രി 11 മണിക്ക് ദമാമിലെത്തിയില്ലേ, ഇനി നമ്മളെ കൂട്ടിയാൽ മതി. അവിടുന്ന് ബസ് യാത്ര അല്ലേ. അതായത് രാവിലെ രാവിലെ ഒരു 10-11 മണിയാകുമ്പോൾ നമ്മൾ തോയിഫിലെത്തും. ശരാശരി കണക്ക് കേട്ടാ. അൽഹംദുലില്ലാഹ്. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാല് നമ്മൾ നേരെ പോകുന്നു. തോയിഫിലെത്തി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കുളിക്കേണ്ടത് കുളിക്കാം, സൗകര്യമുണ്ട്. പക്ഷെ ലഗേജ് എടുക്കാൻ പറ്റൂല, മനസ്സിലായില്ലേ? എടുക്കാന്ന് പറഞ്ഞാൽ ഫുള്ള് പാക്ക് ചെയ്തിട്ടുണ്ടാവില്ല, പിന്നെ എടുക്കൽ ഗതികേടാവും. അപ്പൊ കുളിക്കണം എന്നുള്ളവർക്ക് മാത്രം, അത് അത്യാവശ്യമുള്ളവർക്ക് സൗകര്യമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നേരെ ഇഹ്റാം ചെയ്യാം, നേരെ വിടാം. തോയിഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ നേരെ മക്കയിലേക്ക് ഇടാം. അതായത് നമ്മുടെ മനക്കണ്ട് പ്രകാരം ഇൻഷാ അല്ലാഹ് നമ്മള് 31-ാം തീയതി, 31 31-ാം തീയതി, അതായത് വെള്ളി വ്യാഴല്ലേ 31, വ്യാഴാഴ്ച ഉച്ചയോടെ ഇൻഷാ അല്ലാഹ് നമ്മള് പരിശുദ്ധമായ മക്കയിലെത്തും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ വ്യാഴാഴ്ച ഉച്ചയോടെ നമ്മൾ മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ റൂമും സൗകര്യമൊക്കെ സാധാ ഉമ്മർക്കാർക്ക് എവിടെയാണ് കൊടുക്കുന്നത് അവിടെ തന്നെ നിങ്ങൾക്കായിട്ട് എവിടെയും മാറ്റം വരുത്തുന്നില്ല. അങ്ങനെ പരിപാടി ഒന്നുമില്ല. കുറെ എവിടോ ദൂരെ കൊണ്ടുവച്ച് എന്നോട് ആർക്കോ പോകാൻ ചോദിച്ചിട്ടുണ്ട്, പലരും ചോദിച്ചു അതെ ഞങ്ങൾക്ക് റൂമൊക്കെ നിങ്ങള് അയച്ച് നിങ്ങൾ എന്ത് മനസ്സിലാക്കരുത്, ഹറമിന്റെ മുറ്റത്താന്ന് മനസ്സിലാക്കരുത്. തെറ്റിദ്ധാരണ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സാധാ ഉമ്രക്കാര് ഇന്നത്തെ മാർക്കറ്റ് നിലവാരം അനുസരിച്ച് 80 to 85 വരെയുള്ള റേറ്റ് അല്ലേ ഉമ്രക്കുള്ള ചാർജ് അല്ലേ പലരും വാങ്ങുന്ന ചാർജ്. ഇവര് എവിടെയാണോ താമസിക്കുന്നത് അതേ സൗകര്യം അത്രല്ലേ നമ്മൾ ചെയ്യാൻ പറ്റേ. അടാ ഞാൻ കഴിയുന്ന നിങ്ങൾ അടുപ്പിക്കാൻ നോക്കുള്ളൂ. എന്റെ ആഗ്രഹം എന്താ, എന്റെ കൂടെ വന്ന് നിങ്ങളാണെങ്കിലും സന്തോഷമാവണമെന്നല്ലേ. അല്ല നിങ്ങളെ കുറെ അപ്പുറത്ത് കൊണ്ടിട്ട് ഈ ഉപ്പ അല്ലെങ്കിൽ നമ്മളെ ഈ ഫൈസ് അദ്ദേഹം കുറെ നടന്ന് ബുദ്ധിമുട്ടുന്നത് നമ്മൾ കാണാൻ ആഗ്രഹമില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് സാധാ ഉംറകൾക്ക് നമ്മൾ എവിടെയാണ് സൗകര്യം ചെയ്യുന്നത് അതേ സ്ഥലത്തായിരിക്കും. അതായത് ഞാൻ ഈ ബാച്ച് പോകുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവാൻ നിർത്തട്ടാണ്. അപ്പൊ നമ്മൾ റൂമിലെത്തി കഴിഞ്ഞ് ഇനി നമ്മൾ റൂമിലെത്തി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം, അത് കഴിഞ്ഞാൽ വേഗം നമുക്ക് ആംബുലൻസിലേക്ക് കിടക്കണ്ട. റൂമിലെത്തി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഹോട്ടലിന്റെ കാർഡ് നിങ്ങൾക്ക് തരും. ഹോട്ടലിന്റെ കാർഡ് നിലവിൽ നമ്മൾ കഴുത്തിലുള്ള ഇതല്ലേ കഴുത്തില്ലേ, ആരും ഊരിട്ടോ? ഊരില്ല, പടച്ചോനെ കിടക്കുമ്പോ ഊരിക്കോട്ടാ. അങ്ങനെ നിലവിൽ നമ്മൾ ഈ കാർഡ് ഉണ്ടല്ലോ, ഇത് ഞാൻ പറഞ്ഞത് എന്താണ്, മെയിൻ ആവശ്യങ്ങൾക്ക് പറ്റുള്ളൂ. അവിടുത്തെ പ്രാദേശിക ആവശ്യങ്ങൾക്ക് എന്താ പറയുക, ഒരു വിസിറ്റിംഗ് കാർഡ് തരും, ആ ഹോട്ടലിന്റെ കാർഡ്. ആ കാർഡ് എപ്പോഴും നമുക്ക് കയ്യിലുണ്ടാവും. അപ്പൊ നമുക്ക് എല്ലാവർക്കും തരുന്ന ഹാൻഡ് ബാഗ് ഇല്ലേ, ഹാൻഡ് ബാഗ് ഇല്ലേ, ആ ഹാൻഡ് ബാഗിൽ ഒരു ചെറിയ ഇതുണ്ടാവും, അവിടെ എന്ത് ചെയ്യാ വെച്ചാൽ മതിട്ടാ. അപ്പൊ എല്ലാവരും ആ കാർഡ് ഇങ്ങനെ കളയരുത്. ആ ഈ രണ്ടിനും ഉപയോഗം പറഞ്ഞില്ല. ഇത് നിങ്ങൾ എവിടെയും കുടി കഴിഞ്ഞാൽ കാണിച്ചാൽ ഇത് ഒരിക്കലും ഭയങ്കര ഇന്റർനാഷണൽ സെക്ഷനാണ്. മറ്റേതങ്ങനല്ല, ആ കാർഡ് ഉണ്ടെങ്കിൽ ആ വിസിറ്റിംഗ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ടാക്സിക്കാർക്ക് കൊടുത്താലും അവർ നിങ്ങളെ റൂമുകൾ കൊടുന്നാക്കി. അതാ പറഞ്ഞത്. ഈ ഉമ്മ പ്രത്യേകിച്ച് നമ്മൾ കൈ വിട്ട് കഴിഞ്ഞാൽ കൂട്ടം തെറ്റിയാണെന്ന് സംഭവിക്കുക വെച്ചാല് ആകെ വെപ്പറകളായി പരക്കണ് പോകും നമ്മൾ. ഇത് അതിന്റെ സ്വഭാവമാണ്. അത് പോകുമ്പോൾ നമ്മൾ സംഗതി മഞ്ഞത്തട്ടാണെങ്കിലും കുറച്ച് ദൂരം പോയ മഞ്ഞൊക്കെ എന്തെയും എല്ലാം കൂടി കറുപ്പും വെള്ളയാവും. കുറച്ച് ദൂരം പോയി കഴിഞ്ഞാല് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ കൂട്ടം അവിടെ നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാന് മോനെ എന്റെ ഹോട്ടൽ ഇന്നതാ ഒന്ന് എത്തിച്ചു ചോദിച്ചാൽ മലയാളിയാണെങ്കിൽ വളരെ എളുപ്പം എത്തിച്ചിരും. അല്ലാതെ ടാക്സി കൊടുത്താൽ ഞാൻ കാണിച്ചു കൊടുത്താൽ ഒന്നും പറയണ്ട, അവർക്ക് എന്താ ചെയ്യുക, നേരെ കൊടുന്നാക്കി വിട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞ ആ കാര്യം ആരും മറന്നവർ ഇൻഷാല്ലാഹ് തരും. പിന്നെ അവിടെ എത്തി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ റൂമായിരിക്കും ഉണ്ടാവാം.
ആർക്കെങ്കിലും ഫാമിലി റൂം വേണമെങ്കിൽ അവൈലബിൾ ആണ്, പക്ഷെ റിസർവ് ചെയ്തവർക്ക് മാത്രം കേട്ടാ. അത് ഇൻഷാല്ലാ പിന്നെ ബന്ധപ്പെട്ടാൽ അത് എക്സ്ട്രാ ബുക്ക് ചെയ്യണം. അല്ലാത്തവർക്ക് ഉണ്ടാവില്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ റൂം ഇട്ടാ. അങ്ങനൊക്കെ പോരെ, നമ്മൾ നല്ല അമൽ ചെയ്യാൻ പോണില്ലേ അല്ലേ? അതെന്നാ അതിന്റെ സന്തോഷം. നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾ ഈ ഇത്താത്താര് മുഴുവൻ വേറെ ഏതൊക്കെയോ ഫാമിലിയുള്ള ആൾക്കാരല്ലേ. നമ്മൾ ലത്തീഫ് ഹുസാൻ കുടുംബക്കാർ കുറെ ആൾക്കാർ എഴുതിയുണ്ട്. ഇങ്ങനെ അവിടെ മക്കത്തുനിന്ന് ഒരേപോലെ റൂമിൽ, പിന്നെ ഇപ്പൊ ഒന്ന് മാറ്റാനുള്ളത് വേറെ വേറെ റൂമിൽ. ആ ഒരു സന്തോഷം വേറെ തന്നെയല്ല. കൂടുള്ളത് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇപ്പൊ ഇവരെല്ലാവരും പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷം വേറെ അല്ലേ? അങ്ങനെ നമ്മളെല്ലാവരും 30-ാം തീയതി, ഇപ്പൊ നമ്മൾ എത്ര ഡേറ്റ് ആയി? 31 31-ാം തീയതി ഉച്ചക്ക് സമയം നമ്മൾ ഭക്ഷണം കഴിച്ചു. എല്ലാവരും അവിടെ റെസ്റ്റ് എടുത്ത്, നല്ല റെസ്റ്റ് എടുത്ത്, അങ്ങനെ റെസ്റ്റ് എടുക്കലെല്ലാം കഴിഞ്ഞ് ഇപ്പൊ സമയം എത്രയായി? ഉച്ച കഴിഞ്ഞല്ല, രാത്രി. അപ്പോഴാണ് സെറ്റ് ആവുള്ളൂ ഈ റെസ്റ്റ്. മനസ്സിലായേ? ഞാൻ ദൂരെ യാത്ര കഴിഞ്ഞല്ലേ, പ്രായമുള്ളവരല്ലേ. നമ്മൾ പെട്ടെന്ന് ചട കുടഞ്ഞു പോയി കഴിഞ്ഞാല് ഒരു ദിവസം കഴിഞ്ഞ് കിടപ്പിലായി കഴിഞ്ഞ് അല്ലേ. റെസ്റ്റ് നല്ല വേണം. നമ്മളെല്ലാവരും മനസ്സിലാക്കാം, നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ മണിക്കൂർ മാറ്റണ്ടാവും. ദമാമ് വഴിയുള്ള ഉംറ യാത്രയും നമ്മുടെ സാധാ ഉംറ യാത്രയും 15-ാം ദിവസം ഇവിടെ ഇറങ്ങും നമ്മുടെ നാട്ടിൽ. അപ്പൊ ദിവസം കുറക്കില്ല, പക്ഷെ മണിക്കൂർ മാറ്റം ഉണ്ടാവും. അത് ഞങ്ങൾക്ക് വ്യക്തമായി അറിഞ്ഞിരിക്കാണ്ടാ, തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല. ഇവിടുന്ന് ഓടി എത്തുന്ന സമയം, പിന്നെ ഓടി എത്തി നമ്മൾ അപ്പനെ ഉംറക്കാൻ പറ്റൂല, കാരണം ആരോഗ്യം നല്ല നോക്കണ്ടേ. അതുകൊണ്ട് ആ കുറച്ച് മണിക്കൂർ ബാക്കിയൊക്കെ സെയിം ആയിരിക്കൂട്ടാ ഇൻഷാ അല്ലാഹ്. അങ്ങനെ നമ്മളെല്ലാവരും 30-ാം തീയതി രാത്രി ആദ്യമായി കൊണ്ട് പരിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ പോവാണ്. റെഡിയല്ലേ? അപ്പൊ 31-ന് അതിന് മുമ്പ് ഇഹ്റാം ചെയ്തോ? തോയിഫ് ചെയ്യും വേണ്ടല്ലോ. അപ്പൊ നിങ്ങൾ പറയണം, ഉസ്താദെ തോയിഫ് ഇഹ്റാം ചെയ്യാതെ പോയതെന്നല്ലേ. അപ്പൊ തോയിഫിലെത്തുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഇഹ്റാം ചെയ്തിട്ട് പോകട്ടെ, നല്ല സംഗതിക്ക് ഒരു അമലിലേക്ക് എത്തുള്ളൂ. അപ്പൊ തോയിഫിലെത്തുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഇഹ്റാം ചെയ്യുന്നു. അപ്പൊ എല്ലാവരും ഞാൻ പറയുന്നത് പോലെ നിയ്യത്ത് വെക്കട്ടെ. കൂടെ എല്ലാവരും നേരെ പോയി ബാത്റൂം എല്ലാം പോയി എല്ലാം തീർത്ത് വുളുവൊക്കെ എടുത്തു വന്നു. ഇതുവരെ നമ്മൾ എന്താണ് സാധാരണ പോലെയാണ്. ഇതുവരെ നമ്മളെല്ലാവർക്കും സൗകര്യം പോലെ നമ്മളെ വസ്ത്രങ്ങൾ ധരിക്കാം. മനസ്സിലായി? ഇതിൽ ഒരുപാട് നിഖാബികളുണ്ട്. എല്ലാവരും യാത്ര നിഖാബൊക്കെ ഇട്ട് ഉഷാറായി വരട്ടാ. അള്ളാഹു എല്ലാവർക്കും നിഖാബൊക്കെയുള്ള സന്മനസ് നൽകുമാറാവട്ടെ. അപ്പൊ എന്താ, എല്ലാവരും നല്ല ഹിജാബ് കിട്ടി ഉഷാറായി വരാം. എന്നിട്ട് നമ്മൾ തോയിഫിലെത്തുന്ന സമയത്ത് അതുവരെ നമ്മൾ സൗകര്യം പോലെ ഇപ്പൊ നമ്മളെല്ലാവരും പുരുഷന്മാരൊക്കെ നമ്മുടേതായ വസ്ത്രത്തിലാണ്. ഇനി നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നത്, എല്ലാവരും വസ്ത്രങ്ങൾ മാറ്റാം. എല്ലാവരും പറഞ്ഞാല് സ്ത്രീകൾ മുഖവും മുൻകൈയും തുറക്കുന്നു, പുരുഷന്മാരെന്ത് ചെയ്യുന്നു, തല മറക്കൽ ഒഴിവാക്കുന്നു. അതായത് തല മറക്കാൻ പറ്റുള്ളൂ. പിന്നെ പുരുഷന്മാർക്ക് ആകെ ധരിക്കാൻ പറ്റിയ വസ്ത്രം ഈ 2 തുണി മാത്രം പുരുഷന്മാർക്ക് കിട്ടാ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യും, നേരെ വുളു എടുത്തു. ഇഹ്റാമിന് മുമ്പ് എന്ത് ചെയ്യുമ്പോൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. അതിനുശേഷം നമ്മളെല്ലാവരും കൂടെ നിന്നുകൊണ്ട് നമ്മൾ ഉംറയുടെ ഇഹ്റാം നിയ്യത്ത് വെക്കാട്ടാ. എല്ലാവരും കൂടെ വെച്ചോളി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതുൽ ഉംറത وأحرمت بها لله تعالى لبيك اللهم بعمرة لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك. അതിനുശേഷം ഇബ്രാഹിം സ്വലാത്തൊക്കെ ചൊല്ലട്ടെ ഇൻഷാ അല്ലാഹ്. പ്രിയമുള്ളവരെ, അതുവരെ നമ്മൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, ആ ഒരു സെക്ഷനിൽ നിന്ന് മാറി ഇനി അള്ളാഹുവിന്റെ അതിഥിയായ 2-ാം ഘട്ടം നമ്മൾ ഇഹ്റാം ചെയ്തില്ലേ, ഇനി നമ്മൾ സ്പെഷ്യൽ ഗസ്റ്റ് ആയിക്കൊണ്ട് പരിശുദ്ധമായ ഹറമിലേക്ക് നമ്മൾ പോവാണ്. അങ്ങനെ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇഹ്റാം ചെയ്തു കഴിഞ്ഞാല് പിന്നെ നമ്മള് പുരുഷന്മാര് ഒരു കാരണവശാലും തല മറക്കാൻ പാടില്ല, തനിച്ച് ഹറാമാണ്. അതുപോലെ തന്നെയാണ് തുന്നിക്കൂട്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് മുമ്പും പിമ്പും ഒരുപോലെ മറവ് വരുന്ന നമ്മുടെ ചെരുപ്പ് ധരിക്കാൻ പാടില്ല, ഷൂ പോലത്തത് കേട്ടാ. ശ്രദ്ധിക്ക, സാധാ ചെരുപ്പിട്ടാൽ എന്ത് ഒരു ടെൻഷനിലാ പോയിക്കൂടെ. വില കൂടുതൽ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ പോവെന്നുള്ള ടെൻഷൻ വേറെ ഉണ്ടാവും അല്ലെ. അതുകൊണ്ട് ആ കാര്യം ഓർമ്മയുണ്ടാവാം. അതുപോലെ തന്നെയാണ് ഇഹ്റാമിലായിരിക്കുമ്പോ നമ്മൾ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, മനസ്സിലായില്ലേ. അതുപോലെ ഭക്ഷണം നമ്മൾ അവിടെ എത്തിയ ഉടനെ ഭക്ഷണം നമ്മൾ കഴിക്കും. ആ കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഭക്ഷണം കഴിച്ചാൽ നെയ്യ് കൈമലുണ്ടാവും.
നമ്മൾ ഹാൻഡ് വാഷ് ഉപയോഗിക്കില്ല, നല്ല ലിക്വിഡൊക്കെ, അങ്ങനെയുള്ള ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. കുളിക്കാം, പക്ഷെ കുളിക്കുമ്പോൾ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഹ്റാമിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കാം. സ്ത്രീകൾ മുഖവും മുൻകൈയും മറക്കാൻ പാടില്ല. പിന്നെ ഇഹ്റാമിലാ പറഞ്ഞത്, ഇഹ്റാം കഴിഞ്ഞൊക്കെ കഴിഞ്ഞിട്ടാ. ഇപ്പൊ നമ്മൾ എല്ലാവരും ഇഹ്റാമിലല്ല, എല്ലാവരും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ചൊല്ലിക്കോളൂ. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. അങ്ങനെ നമ്മൾ എല്ലാവരും ലബ്ബൈക അല്ലാഹുമ്മയെ അധികരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായ ഹറമിലേക്ക് എത്തി. അങ്ങനെ നമ്മൾ എല്ലാവരും നേരെ റൂമിലേക്ക് പോയി റെസ്റ്റ് എടുത്തു. ഇനി നമ്മൾ ഉംറയ്ക്ക് ഇറങ്ങാട്ടാ. അപ്പൊ ആ കാര്യം വരെ എല്ലാവർക്കും ചെറുതിട്ടില്ലേ. പിന്നെ ബാക്കിക്ക് മുസ്ലിയാർ കൂടെ ഉണ്ടാവും, കുറച്ച് നിങ്ങൾക്കും ഞമ്മക്കും ഉണ്ടാകുമ്പോൾ സെറ്റായി പോകട്ടാ. അങ്ങനെ നമ്മൾ എല്ലാവരുടെയും സ്വപ്നമായിരുന്ന പരിശുദ്ധമായ കഅബാലയം ഒരുപാട് കാലം നമ്മളെല്ലാവരും നോറ്റ് ദുആ ചെയ്തു, പടച്ചവനെ എന്തെങ്കിലും ഒരിക്കൽ അങ്ങോട്ട് എത്തിക്കണേ എന്നുള്ളത് അല്ലെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി പ്രിയമുള്ളവരെ. ഒരുപാട് കാലം ദുആ ചെയ്തു, ഇന്നും പരിശുദ്ധമായ ഹറമിലേക്ക് ഒന്ന് എത്താൻ കഴിയാത്ത, പോകുന്നവരെ മാത്രം കണ്ടുകൊണ്ട് എത്രയോ ഉമ്മമാർ കണ്ണീര് ഒലിപ്പിക്കുന്നവരുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ വ്യത്യസ്തരാക്കിക്കൊണ്ടാണ് പരിശുദ്ധമായ അള്ളാന്റെ ഭവനത്തിലേക്ക് നമ്മൾ അടുപ്പിക്കുന്നത്. അപ്പൊ നമ്മെല്ലാവരും ചിന്തിക്കാം, നമ്മെല്ലാവരും നിസ്കരിക്കാൻ തുടങ്ങിയ കാലം മുതലേ തിരിഞ്ഞു നിൽക്കുന്ന പരിശുദ്ധമായ ഖിബ്ലയാവുന്ന കഅബ, അള്ളാന്റെ ഭവനം. നിങ്ങൾ എന്തും ചോദിച്ചോ, ഇവിടെ ഉത്തരമുണ്ട് എന്ന് പറയുന്ന ഹെഡ് ഓഫീസ്. മനസ്സിലായില്ലേ? എത്രയോ കാലം നമ്മുടെ സ്വപ്നമായിരുന്ന പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് നമ്മൾ നമ്മുടെ സ്വപ്നമായ ഒന്നാമത്തെ ഉംറ ചെയ്യാൻ നമ്മൾ പോവുകയാണ്, നടന്നു നീങ്ങുകയാണ്. എല്ലാവരും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് എന്നങ്ങ് ചൊല്ലി പ്രിയമുള്ളവരെ, അവിടെയുള്ള 90% മുത്ത് മുഅ്മിനീങ്ങളും അവിടെ പരിശുദ്ധ ഉംറ നിർവഹിക്കാൻ വന്ന ഭാഗ്യവാന്മാരാണ്. ആ ഭാഗ്യവാന്മാരെ ലിസ്റ്റിലേക്കാണ് അല്ലാഹു നമ്മളെ എത്തിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പരിശുദ്ധമായ ഉംറ ചെയ്യാൻ വേണ്ടി പരിശുദ്ധ കഅബാലയത്തിന്റെ ചാരത്തേക്ക് പോകുന്ന സമയം, പരിശുദ്ധമായ കഅബാലയം ആദ്യമായി കാണുന്ന സമയത്ത് ഏതൊരു മുഅ്മിനും എന്ത് ദുആ ചെയ്താലും അത് ഞാൻ തട്ടില്ല എന്ന് മഹാന്മാർ നമ്മൾ പഠിപ്പിച്ചെന്ന കാര്യമാണ്. അല്ലാഹ് തട്ടില്ലത്രേ, എന്ത് ദുആ ചെയ്താലും അല്ലാഹ് സ്വീകരിക്കും. അങ്ങനെയുള്ള പരിശുദ്ധമായ ആ കഅബാലയം കൺകുളിർമ കാണണ്ടേ നമുക്ക്? അല്ലാഹ് തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധ കഅബാലയം കൺകുളിർമ കാണാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രിയമുള്ളവരെ, പരിശുദ്ധമായ കഅബാലയം ദൂരെ നിന്നേ നമുക്ക് കാണാൻ കഴിയും. ചെറിയൊരു ഭാഗം, നമ്മൾ നിൽക്കുന്ന റോഡ് മുകളിലായിരിക്കും, റോഡും പരിശുദ്ധമായ മത്താഫിലേക്ക് പോകുന്ന വഴിയൊക്കെ മുകളിലാണ്. അപ്പൊ ചെറിയ ഭാഗങ്ങൾ ഇങ്ങനെ കാണും. ആ സമയത്ത് നമ്മൾ താഴേക്ക് നോക്കി ഇങ്ങനെ നടക്കുക. കഅബയിലേക്ക് ആ സമയത്ത് നോക്കരുത്. കാരണം കഅബ കാണേണ്ടത് കൺകുളിർമയാണ്. മനസ്സിലായി? രണ്ട് മാറ്റം മാറി. മറ്റൊന്ന് കഅബന്റെ മൂല കണ്ടു, അവിടെ കണ്ടു, ഇവിടെ കണ്ടു, നമ്മളെ ചിന്തകളൊക്കെ മാറിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ, കൺകുളിർമ കാണുമ്പോഴാണ് ദ്വാരക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എല്ലാവരും താഴേക്ക് ഇങ്ങനെ നോക്കി നടന്ന് ഞാൻ പരിശുദ്ധമായ മത്താഫിൽ ആരംഭപ്പൂവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അവിടുന്ന് ഉംറ ചെയ്ത ആ തവാഫ് ചെയ്ത പരിശുദ്ധ ഇടങ്ങളിൽ എത്തുമ്പോ ഞാൻ പറയും, ഇനി എല്ലാവരും കഅബയിലേക്ക് നോക്കിക്കോളൂ. പ്രിയമുള്ളവരെ, ഏതൊരു ഈമാനുള്ള മുഅ്മിനിന്റെ ഹൃദയം പൊട്ടുന്ന നിമിഷമാണത്. ഏതൊരു ഈമാനുള്ള മുഅ്മിനും ആ സമയത്ത് അവരുടെ ഹൃദയം പൊട്ടും. പരിശുദ്ധ കഅബ കൺകുളിർമയിലെ കാണുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവിടെ എത്തുന്നത് വരെ യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ നല്ല റാഹത്തിലായി എത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഇപ്പോൾ എത്തി നിൽക്കുന്നത് പരിശുദ്ധ കഅബാലയത്തിന്റെ അവിടെയാ. അവിടെ നിങ്ങളുടെ ആവശ്യമൊക്കെ ദ്വാരുന്നോളി നമ്മൾ പറയും. ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കാലങ്ങളായുള്ള വല്ല വിഷമങ്ങൾ ഉണ്ടാവും.
ചിലപ്പോ എന്റെ മോളെ കെട്ടിക്കാനായിട്ട് കുറെ കാലമായി ഒരു കല്യാണം ശരിയാവുന്നില്ല. ഉസ്താദ് പറഞ്ഞില്ല എന്തായാലും ദുആ അല്ലാഹു സ്വീകരിക്കുന്നല്ലേ, അതുകൊണ്ട് പടച്ചവനെ എന്റെ മോളെ കല്യാണം ശരിയാക്കി തരണേ എന്നല്ല ആദ്യം നമ്മൾ ദുആയിക്കാണ്ട് എല്ലാം ദുആ ചെയ്യാ. ഇനി അങ്ങോട്ടുള്ള ദിവസം മുഴുവൻ നമുക്ക് അമലുകൾ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ വാരിക്കൂട്ടാനുള്ള സ്ഥലത്തല്ലേ പ്രിയമുള്ളവരെ നമ്മൾ എത്തിയിട്ടുള്ളത്. അള്ളാഹ് നമുക്ക് ആ തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അവിടുന്ന് ആദ്യമായി ദുആ ചെയ്യാ, അല്ലാഹുവേ സാധുവായ ഞാൻ ഒരുപാട് കൊതിച്ചു വന്നതാണ് നിന്റെ പരിശുദ്ധമായ കഅബയൊന്ന് കാണണമെന്ന്. എത്രയോ വർഷങ്ങൾ ഞാൻ ആഗ്രഹിച്ചതാ. ഇപ്പോഴും എന്റെ കയ്യിൽ സാമ്പത്തികം ഉണ്ടായിട്ടല്ല, പക്ഷേ എന്റെ ആഗ്രഹങ്ങൾ കുന്നു കൂടിയപ്പോ എനിക്ക് അവസരങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി. ഞാൻ നിന്റെ പരിശുദ്ധ കഅബാലയത്തിന്റെ ഈ മുറ്റത്തെത്തിയിട്ടുണ്ട്. റബ്ബേ, ഈ സാധുവിനെ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സാധു ചെയ്ത അമലുകളെല്ലാം നീ കബൂലാക്കണേ എന്ന് ആത്മാർത്ഥമായി ദുആക്കണം. റബ്ബിനോട് പറയണം, അല്ലാഹുവേ ഇനിയും എനിക്ക് ഒരുപാട് തവണ കൺകുളിർമ കാണണം പരിശുദ്ധമായ കഅബാലയം. ഇവിടുന്ന് ഞാൻ ദുആ ചെയ്യുന്ന ഇനി അങ്ങോട്ട് ചെയ്യുന്ന അമലുകളും എന്റെ ദുആവുമെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ് എന്നങ്ങ് നമ്മൾ ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്യാ. ആ ദുആ കഴിഞ്ഞതിന് ശേഷം, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ദുആ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കുന്നല്ലേ. അപ്പം ആദ്യം ദുആർക്കെന്താ, ഇനി അങ്ങോട്ടുള്ള എല്ലാ അമലുകളും എന്റെ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കണമെന്നാ. അപ്പൊ ഇനി അങ്ങോട്ടുള്ള നമ്മൾ ദുആക്ക് എന്ത് ചെയ്യും, അല്ലാഹു എളുപ്പത്തിലാക്കാൻ അത് നല്ല വഴിയാണ് നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിച്ചെന്ന കാര്യം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ നമ്മളെല്ലാവരും പിന്നെ അവിടുന്ന് ഒരു 10 മിനിറ്റ് നമുക്ക് സ്വന്തമായി ദുആക്കാനുള്ള സമയമാണ്. ഇപ്പൊ നമ്മൾ എവിടെയാണുള്ളത്? പരിശുദ്ധമായ ഹറമിലെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്തിലെ. ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയമുള്ളവരെ, ഇവിടെയാണ് ഹജറുൽ അസ്വദ് ഇരിക്കുന്നത്. ആരംഭപ്പൂവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ചുണ്ടുകൊണ്ട് ഉമ്മ വെച്ച സ്ഥലമാണ് പരിശുദ്ധമായ ഹജറുൽ അസ്വദ്. സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലല്ലേ ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദ് എങ്ങാനും ഒരാൾക്ക് ചുംബിക്കാൻ ലഭിച്ചാൽ നാളെ ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ അവർക്ക് സാക്ഷ്യം പറയുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം. ഇവിടെയാണ് റുക്നുൽ യമാനി കിടക്കുന്നത്. അതായത് ആരംഭപ്പൂവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട കൈകൾ കൊണ്ട് ഇവിടെ തൊട്ട സ്ഥലമാണ് പ്രിയമുള്ളവരെ. മായമില്ല, കലർപ്പില്ല, ഇതിലൊന്നും മായമില്ലാത്ത ഒറിജിനൽ സ്ഥലമാണ് റുക്നുൽ യമാൻ. തൊടണ്ടേ, നമുക്ക് നമ്മുടെ കൈയൊന്ന് വെക്കണ്ടേ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. 100,000 പരം വരുന്ന അമ്പിയാക്കളെല്ലാം അവരെല്ലാവരും തവാഫ് ചെയ്തു. 24 മണിക്കൂറും ഖിയാമത്ത് നാൾ വരെ അമലുകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്ന, ഇബാദത്തുകൾ നടന്നുകൊണ്ടേയിരിക്കുന്ന പുണ്യസ്ഥലം. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 10 ലക്ഷം റക്അത്ത് നിസ്കരിച്ചാൽ പുണ്യം ലഭിക്കുന്ന പരിശുദ്ധ കഅബയുടെ ആ മത്വാഫിലാണ് നമ്മളുള്ളത്. പ്രിയമുള്ളവരെ, ഈ സ്ഥലത്തൊക്കെ എത്തണമെങ്കിൽ റബ്ബിന്റെ തൗഫീഖ് തന്നെ വേണം. ആരോഗ്യം കൊണ്ട് സമ്പത്തൊന്നും അത് എത്തിക്കൂല. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, ഉംറയിലേക്ക് കടക്കാം. നമ്മളെല്ലാവരും ദുആ കഴിഞ്ഞില്ലേ? ഇപ്പൊ നമ്മളെല്ലാവരും ഉള്ളത് ഇഹ്റാമിലല്ലേ അല്ലേ? ഇപ്പൊ പുരുഷന്മാരെ ഏതാ ഡ്രസ് ഇട്ട്? തുണി കുപ്പായോ? ഇഹ്റാമിന്റെ വസ്ത്രമല്ലേ? സ്ത്രീകളോ ഫർദയും നമ്മൾ തട്ടും. നമ്മൾ തട്ടം, ഇങ്ങളെ തട്ടം അവിടെ കഴിഞ്ഞ് പിന്നെ ഫുള്ള് നമ്മൾ തട്ടം. പിന്നെ അവിടെ ഫുള്ള് എന്ത് ചെയ്യണം, ആ മദീനയുടെ മക്കളുടെ എല്ലാ മുക്കുമൂലകളും ഹസന ട്രാവൽസ് അവിടെ കാണണം. അതെ, ഹസന ട്രാവൽസ്. അത് കാണാനല്ല, അങ്ങനെ വിചാരിക്കേണ്ടായിട്ടാ. ഇതിങ്ങളോട് കുടുങ്ങിയാൽ പിടിക്കാനാണ് ഈ ഹസന ട്രാവൽസ്. മനസ്സിലായില്ലേ? അപ്പോ ഇനി നമ്മളെല്ലാവരും അമലിലേക്ക് കിടക്കല്ലേ. ഇപ്പൊ എല്ലാവരും മത്താഫിലല്ലേ ഉള്ളത്? വളരെയധികം നമ്മൾ ആത്മാർത്ഥയോടെ ഇൻഷാ അല്ലാഹ് ഉംറന്റെ അമലിലേക്ക് കിടക്കാം. ഇനി അമല് നമ്മൾ പ്രാക്ടിക്കലായി കണ്ട് മനസ്സിലാക്കണം. അമലിന് നമുക്ക് എന്തെങ്കിലും പാകപ്പിഴവ് സംഭവിച്ചാല് അള്ളാന്റെ ഹറമ് നമ്മെന്തായി, മോശം ചെയ്തവരായി. എത്ര വലിയ തെറ്റല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞു ഇഹ്റാമില് ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യമാണ്. ഇൻഷാല്ലൊക്കെ ഞാൻ എന്തുണ്ട് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, നമ്മള് എന്ത് ചെയ്യണം, നമ്മുടെ കൈകളിൽ നിന്ന് നഖം പോരാൻ പാടില്ല, മുടി പോരാൻ പാടില്ല, ഇതൊന്നും പോരാൻ പാടില്ല. അപ്പൊ ഒരാൾക്ക് മുടി ഒഴിച്ചിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. നമ്മുടെ പ്രവൃത്തി കൊണ്ട് ചിലർക്ക് നഖം കടിക്കുന്ന വീക്ക്നെസ് അല്ലേ? ചിലർക്ക് നിങ്ങളെ കുറിച്ചല്ല പറയണത്, നിങ്ങളിങ്ങനെ ഞമ്മല്ല കഴിക്കണ്ട അല്ലെ, ചിലർക്ക് ഉണ്ടാവാറില്ലേ? അപ്പൊ ആ ചിലർക്കുള്ള വീക്ക്നെസ് വീട്ടിൽ വെച്ച് പോവാന്ന്. മറ്റേ ആ വീക്ക്നെസ് കൊണ്ട് വന്നാല് ഞങ്ങൾ പുറത്ത് പോകുന്ന എന്ത് ചെയ്യണം, നമ്മള് അവിടെ ഞമ്മ എന്ത് ചെയ്യണ്ടേ, ഫിദിയ വെക്കണ്ടേ? മനസ്സിലായല്ലേ? അവിടെ എന്താ ചെയ്യാ, ആ വലിയ തെറ്റ് ചെയ്തവരായില്ലേ? അള്ളാഹു കാക്കുമാറാവട്ടെ.
അപ്പൊ ഇനി നമ്മൾ തവാഫിലേക്ക് കടക്കാം ഭയ്യ. അപ്പൊ ഇപ്പൊ നമ്മളുള്ളത് എല്ലാവരും ശ്രദ്ധിക്കണം. തവാഫിലപ്പോൾ ഉള്ളത് അപ്പൊ നമ്മളെല്ലാവരും ഉംറന്റെ വസ്ത്രം, നിലവില് പുരുഷന്മാർ, സ്ത്രീകള് മുഖം മറക്കുന്നില്ല അല്ലേ? ഒന്നും മറക്കുന്നില്ലല്ലോ. പുരുഷന്മാർ ഈ കോലത്തിലാണ്. ഓക്കെ, തലക്കെട്ട് അയച്ചാൽ പിന്നെ എനിക്ക് കെട്ടാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ അയക്കുന്നില്ല. അപ്പൊ സംഗതി പറഞ്ഞല്ലോ എനിക്ക് ഉദ്ദേശം. അപ്പൊ നിലവിൽ നമ്മൾ എല്ലാവരും ഈ കോലത്തിലുള്ള കേട്ടോ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ എല്ലാവർക്കും നിയ്യത്ത് വെച്ചൊരു തവാഫിന്റെ, അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാവരും കൂടെ ചൊല്ലി പരിചയപ്പെടാം. നവൈതു തവാഫൽ ഉംറതി സബ്അത അശ്വാത്തിൻ ലില്ലാഹി തആല. അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി സകരെ പരിശുദ്ധ ഉംറയുടെ തവാഫിനെ ഞാൻ കരുതി. അങ്ങനെ എന്താ നമ്മളെല്ലാവരും തവാഫിൽ എല്ലാവരും എന്ത് ചെയ്യുക, തവാഫിൽ നിയ്യത്ത് വെച്ചില്ലേ? എല്ലാവരും വെച്ചില്ലേ? ഇത് നമ്മൾ മനസ്സുകൊണ്ട് അമല് പഠിക്കാൻ വേണ്ടി വെക്കാട്ടെ. അപ്പൊ ഇതുവരെ പുരുഷന്മാർ ഇങ്ങനെയുള്ളത്. അപ്പൊ ഇനി നമ്മൾ തവാഫ് ശ്രദ്ധിക്കേണ്ട കാര്യം, തവാഫിൽ വലത് ചുമല് തുറന്നിരിക്കണം പുരുഷന്മാർക്ക്. ഓക്കെ, തവാഫില് വുളു നിർബന്ധമാണ്. അതായത് ഒരു ഉംറയില് എന്താണ്, ഉംറക്ക് 4 ഫർള്. 1 നിയ്യത്ത്, 2ാമത്തത് തവാഫ്, 3 സഅയ്, 4 തഹല്ലുല്. 4 കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ പ്രായമുള്ള ഉമ്മാർക്കും ഉപ്പാർക്കും എന്തെങ്കിലും ചൊല്ലാൻ അറബി അറിയില്ലൊന്നും കുഴപ്പമില്ല. ഈ 4 കാര്യങ്ങൾ ഒന്നും ചൊല്ലൽ നിർബന്ധമായ ഒന്നുമില്ല കേട്ടാ. ചൊല്ലൽ നാവ് കൊണ്ട് ചൊല്ലൽ നിർബന്ധമായ ഒന്നുമില്ല എന്നർത്ഥം, കർമ്മങ്ങളാണ്. അപ്പൊ നമ്മളെല്ലാവരും ഈ നിലവിലുള്ള അവസ്ഥ. അപ്പൊ എന്താ ചെയ്യാ, വലത് ചുമല് പുരുഷന്മാരെല്ലാവരും തുറന്നിടണം. ഓക്കെ, വലത് ചുമല് തുറന്നതിൽ പ്രത്യേക സുന്നത്തുണ്ട് കേട്ടോ. അങ്ങനെ വലത് ചുമല് തുറന്നത് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് കറക്റ്റ് ഇവിടെ ഹജറുൽ അസ്വദ് ഉണ്ട്. ഈ കഅബയിൽ ഹജറുൽ അസ്വദ് കാണുന്നില്ല, അത് ഇത് റെഡിമെയ്ഡിലില്ല, മനസ്സിലായി? ഇവിടെ ഹജറുൽ അസ്വദ് ഉണ്ട് ശരിക്കും പറഞ്ഞാല് ഈ മൂലയിലിട്ടാ. അപ്പം എല്ലാവരും ഈ ഭാഗത്ത് വന്നിരുന്ന് തവാഫ് തുടങ്ങേണ്ടത് ഹജറുൽ അസ്വദിൽ തുടങ്ങി, ഇവിടെ തുടങ്ങി ഇങ്ങോട്ട് എത്തുമ്പോഴാണ് ഒരു ചുറ്റ്, ഉംറയിലെ ഒരു ചുറ്റ് പൂർത്തിയാവാം. മനസ്സിലായി? അങ്ങനെ 7 ചുറ്റാണ് നമുക്ക് ചുറ്റാണ്ട് കേട്ടാ. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ എത്തി, ഇവിടെ എത്തുമ്പോഴാണ് ഒരു ചുറ്റ്. ഓക്കെ, ഇപ്പം എല്ലാവരും നിയ്യത്ത് വെച്ചല്ലേ? അപ്പൊ നിയ്യത്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, എല്ലാം ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ രൂപം. സ്ത്രീകൾ ശ്രദ്ധിക്കുക. എല്ലാവരും നമ്മളെ ഇടതുവശമായിരിക്കണം നമ്മളെ കഅബ എപ്പോഴും. കഅബ എപ്പോഴും നമ്മുടെ ഇടതുവശമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറ്റൂല, റിട്ടേൺ പറ്റൂല, മനസ്സിലായി? അപ്പൊ ഇത് കറക്റ്റ് കഅബ ഇടതുവശമായിരിക്കണം. 2, അതായത് തവാഫിൽ ഒരിക്കലും നമ്മൾ കഅബാലയം തൊടാൻ പാടില്ല. കാരണം എന്താ അറിയാം, കഅബയുടെ പുറത്താണ് തവാഫ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ കഅബ തൊട്ട് കഴിഞ്ഞാൽ എന്തായി, തവാഫിൽ കഅബ തൊട്ടില്ലേ? അവൻ കഅബാലയം തൊടാൻ പാടില്ല. അത് തവാഫ് കഴിഞ്ഞൊരു സമയമുണ്ട് കേട്ടാ. മുമ്പ് ഒരിക്കൽ കഴിഞ്ഞൊരു ഉംറ ഞാൻ കണ്ടാണ്. നമ്മൾ കൂടെ നിന്നൊരു ഹാജി, അദ്ദേഹത്തിന്റെ പ്രിയതമി എപ്പോഴും ഒന്നിച്ചുണ്ടാവര്, മനസ്സിലായി? ഇപ്പോഴും ഒന്നിച്ചുള്ള അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവര് തവാഫ് നടന്നു കൊടുക്കുമ്പോണ്ട് ഞാൻ അങ്ങനെ വെറുതെ ഇടന്ന് നോക്കുമ്പോണ്ട് മൂപ്പര് പ്രിയതമിനെ കൂട്ടി കൊടുക്കുവാണ് ഹജറുൽ അസ്വദിന്റെ അടുത്തേക്ക്. അത് പാടില്ല, മനസ്സിലായില്ലേ? തവാഫേ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ ആ കാര്യം എല്ലാവരും ഓർമ്മ. കാരണം ചിലപ്പോൾ ഒഴിവ് കാണും. അപ്പൊ നമുക്ക് തോന്നും വേഗം പോയി മുത്തി പോകുന്നൂടെ. അങ്ങനെ ചെയ്യരുത്. അമലിന്റെ ഇടയിൽ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും എന്താ പോയത് ഡിസോർഡർ ആക്കരുത് കേട്ടോ. അപ്പൊ നമ്മളെല്ലാവരും ഇവിടെ തുടങ്ങാണ്. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. മനസ്സിലായി? ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. വലത് കൈയിന്റെ ഈ ഇതുണ്ടല്ലോ, നേരെ ഹജറുൽ അസ്വദിൽ തിരിഞ്ഞുകൊണ്ട് ഇങ്ങനെ തിരിയണ്ട, നേരെ ഇങ്ങനെ നിൽക്കണേ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അങ്ങനെ ചൊല്ലിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാം, എല്ലാവരും ഈ കിതാബ് ഉണ്ടാവും. ആ കിതാബ് ഉണ്ടോ, ഞാൻ മുമ്പിൽ ചൊല്ലിരും, എല്ലാവരും ബാക്കിൽ നിന്ന് ചൊല്ലാം. അല്ലാഹുമ്മ ഈമാനം ബിക എന്ന് പറഞ്ഞ ഇങ്ങനെ ചൊല്ലി ഇവിടെ എത്തുന്ന സമയത്ത് റുക്കുനിൽ യമാനിലും നമുക്ക് എന്താണ് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പറയുന്ന സുന്നത്തിന്റെ ആരംഭ പൂവിന്റെ കൈ തട്ടി സ്ഥലല്ലേ. ഓക്കെ, അത് നമ്മൾ പൊതു ഉംറ പറയാറില്ല, കാരണം അവിടെ തിരക്കിനിടെ ബുദ്ധിമുട്ടാൻ കണ്ടത്. ഇവിടെ എത്തുന്ന സമയത്താണ് ഒരു തവാഫിന്റെ ഒരു ചുറ്റ് പൂർത്തിയാവാം. ഓക്കെ, അത് മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെ 7 ചുറ്റ് പൂർത്തീകരിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, തവാഫേ ചിന്ത ഉണ്ടാകാൻ പറ്റുള്ളൂ. അതെന്താ കാരണം, നമ്മൾ തവാഫ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും. ഇപ്പൊ അവിടെ എനിക്ക് ഓർമ്മയുണ്ട്, ഒരിക്കൽ നമ്മൾ പോയാൽ ആരോ ഛർദ്ദിച്ചിന്, അങ്ങോട്ട് മത്താഫിൽ ആകെ ഛർദ്ദിച്ച് അളിപ്പിളയാണ്. അപ്പൊ ഇങ്ങനെ പോയോണ്ടിരിക്കാം, ഇവിടെ ഛർദ്ദിയുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കിയോ ഉസ്താദ് ചൊല്ലി നമ്മൾ നോക്കി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ തവാഫ് ബാത്തിലായോ, ഇവിടുന്നേ ബാത്തിലായില്ല. എവിടുന്നാണോ നമ്മൾ ഈ ഫാൾട്ട് സംഭവിച്ചത് അവിടെ മുതലുള്ള തവാഫ് ബാത്തിലാണ്. നമ്മൾ അറിഞ്ഞില്ല എങ്കിൽ നമ്മൾ തവാഫ് പൂർത്തിയായി വിചാരിച്ച്, എന്നിട്ട് നമ്മൾ സഅയിലേക്ക് പോയി, എന്നിട്ട് ഓൾറെഡി തവാഫേ പൂർത്തിയായില്ല, എന്നിട്ട് നമ്മൾ തഹല്ലുലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വലിയ കുറ്റക്കാരായി. അള്ളാഹിന്റെ ഹറമിൽ ഉണ്ടാകാൻ പാടില്ല. അതിനാണ് നമ്മൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ സംഘത്തിന്റെ കൂടെ തന്നെ പോവാം.
മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ വുദു മുറിയാക്കാനുള്ള നീയത്തൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. എങ്ങനെ വുദു മുറിയാ, അതായത് കീഴ്വായു പോയാൽ എല്ലാവരും വുദു മുറിയും, അതിനോട് പ്രത്യേക മസലൊന്നും ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞെന്താ അറിയോ, അന്യ സ്ത്രീ പുരുഷന്മാർ തൊട്ട് കഴിഞ്ഞാൽ വുദു മുറിയില്ലേ, അതിനുള്ള പരിഹാരങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെല്ലാവരും കൂട്ടത്തിൽ ചെയ്ത് പോയോണ്ടിരിക്കാം. നമ്മളെല്ലാവരും തവാഫ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, ഇടത് ചുമല് കഅബയിലേക്കായിരിക്കണം. അത് ഒരിക്കലും മാറാൻ പാടില്ല. അപ്പൊ നമുക്ക് നടന്നുകൊടുക്കുന്ന സമയത്ത് ഒരാൾ എന്താ ഇവിടെ എത്തുമ്പോൾ പെട്ടെന്ന് ക്ലോക്ക് ടവർ ഉണ്ട്, അത് കുഴപ്പമില്ല, അടിപൊളി സംഗതി ആയ പറഞ്ഞിങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആ നടത്തം പോയി, കയ്യിൽ നിന്ന് പോയി. മനസ്സിലായില്ലേ? അള്ളാഹു കാക്കുമാറാവട്ടെ. പരിശുദ്ധ ഹറമിൽ പോയില്ലെങ്കിൽ എന്താണ് ആഗ്രഹമില്ല, ബാക്കി അവിടെ പോയിട്ട് അള്ളാന്റെ ഹറമെന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അള്ളാന്റെ ഹറമെന്ന് മദീനയിലേക്ക് പോകുമ്പോൾ ആരംഭപ്പോയ മുത്തിന് ചെല്ലാമത് അള്ളാന്റെ ഹറമ് പൊരുത്തപ്പെടാത്ത ഒരാളായി പോയ നഷ്ടല്ലേ? അള്ളാഹു കാക്കുമാറാവട്ടെ. അപ്പൊ ആ കാര്യം എല്ലാവരും ഓർമ്മയുണ്ടാവട്ടെ. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞെന്താണ്, ചുറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടായി. ഇനിയിപ്പോ ഒരാൾ ഞമ്മ സങ്കല്പിക്കാം, ഒരാളെന്തായി എങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് അവനാന്റെ പെണ്ണുങ്ങളെ കാണാനല്ല, സ്വാഭാവികമായിട്ട് ലത്തീഫ് സ്ഥാനം വിഷമം ഉണ്ടാവും. ആർക്കും ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ ഞങ്ങളെ പെണ്ണുങ്ങളാണ്, പിന്നെ എന്റെ പെണ്ണുങ്ങൾ ഇല്ലാത്തതുകൊണ്ട് എനിക്കില്ല, ആർക്കും ഉണ്ടാവും. അപ്പൊ ഉസ്താദ് പറഞ്ഞ മസാല ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? എന്ത് മസാല ഉസ്താദ് പറഞ്ഞ് തിരിയത്, പിന്നെ അവിടെ തിരിയാന്നതിന് പെണ്ണുങ്ങൾ കൈവിട്ട് പോയി. അപ്പൊ നമ്മൾ സംഭവിച്ചു, സങ്കല്പിക്കാം. ഇതൊക്കെ സ്വാഭാവികം, നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ അടുത്ത ഓപ്ഷൻ. അപ്പൊ നമ്മൾ അതായത് ഒരു ഈ തോപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരു ചുറ്റിൽ നമുക്കെന്തായി പെട്ടെന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടി വന്നു, ഇങ്ങനെ തിരിയേണ്ടി വന്നു, കാര്യം നോക്കേണ്ടി വന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക എവിടുന്നാണ് എൻ്റെ തോവാപ്പ് ബാത്തിലായത്. അതിപ്പോ നമ്മൾ ഇവിടെ നമ്മൾ തുടങ്ങണേ, ഇവിടെ വന്ന് ഇവിടെ എത്തി, എന്നിട്ട് ഇവിടുന്നാണ് നമ്മൾ തിരിയണത് നോക്കണൊക്കെ. അപ്പം ഇനി അവിടുന്നേ തുടങ്ങേണ്ട ആവശ്യമില്ല, മനസ്സിലായല്ലേ? ഈ തോവാപ്പിന് ഇവിടുന്ന് അങ്ങോട്ട് കലാ വീട്ടിയാൽ മതി. അപ്പൊ നമ്മൾ 7 ചുറ്റ് ചെയ്യില്ല, നമ്മള് 7 ചുറ്റ് ചോദിക്കുക, ശേഷം എന്ത് ചെയ്യുക, 1 എക്സ്ട്രാ ചെയ്യാം, പരിഹാരമായില്ലേ? അതേസമയത്ത് നമ്മൾ റിട്ടേൺ ഇങ്ങോട്ട് പോന്നിട്ട് പോകാൻ നടക്കൂല, അവിടെയൊക്കെ ആൾക്കാർ ഉന്തിയോണ്ടിക്കല്ലേ. അല്ല നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ആണല്ലേ, അവിടെ റിവേഴ്സ് ഓപ്ഷൻ ഇല്ല, അവിടെ ആകെ ഫോർവേഡേ ഉള്ളൂ, ഇങ്ങോട്ടേ ഉള്ളൂ. ഇവിടെ ഫുള്ള് വന്നോണ്ടിക്കല്ലേ. സംഗതി എന്ത് മതി, ജസ്റ്റ് ബാക്ക് നടന്നിട്ട് പോയാൽ മതി, പക്ഷെ അത് കഴിയില്ല കേട്ടോ. അപ്പം എന്താ ചെയ്യുക, നമ്മൾ തോവാപ്പ് കഴിഞ്ഞാൽ വേഗം വരാണ്ട് 1 ചുറ്റും കൂടി ചുറ്റാ പരിപാടി ചെയ്യും കേട്ടാ. അള്ളാഹു നമ്മളെ അമല് സ്വീകരിക്കുമാറാവട്ടെ. അങ്ങനെ 7 ചുറ്റി കഴിഞ്ഞാലാണ് ഒരു ഉംറയിലെ തവാഫ് പൂർത്തിയാവുക. അങ്ങനെ 7 കഴിഞ്ഞാൽ നമ്മൾ നേരെ പിന്നെ എന്ത് ചെയ്യുന്നു, തവാഫിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് മഖാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ കല്ലുണ്ട് അവിടെ. ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽപാദം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാൽപാദം രണ്ടും സദൃശ്യമായിരുന്നു. അപ്പൊ നമുക്ക് കാണണ്ടേ കണ്ണുകൊണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കിൽ നിന്ന് 2 റക്അത്ത് നമ്മൾ നിസ്കരിക്കാം. ഇപ്പൊ നമ്മൾ തവാഫ് കഴിഞ്ഞില്ലേ, അതിനുശേഷം 2 റക്അത്ത് നമ്മൾ നിസ്കരിച്ചു. ആ 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നേരെ പോകുന്നത് സഈലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അല്പം സംസം കുടിക്കൽ സുന്നത്തുണ്ട്. സംസം. അപ്പൊ സംസമിനെ കുറിച്ച് ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞാണ്, മാഉ സംസം ലിമാ ശുരിബ ലഹു ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് സംസം ഒരാൾ എന്തിനു വേണ്ടിയാണ് കുടിക്കുന്നത് അവർക്ക് അതാണ് ഫലം ചെയ്യാൻ. മനസ്സിലായില്ലേ? ഞാന് കുടിക്കുന്നത് പടച്ചവനെ എന്റെ ഹൃദയം ഒന്ന് ശുദ്ധിയാക്കി തരണേ എന്നുള്ള നിയ്യത്തിലാണ്, എനിക്കിത് ഫലം ചെയ്യും. മറ്റൊരു ഉമ്മ കുടിക്കുന്ന എന്താണ്, അള്ളാഹുവേ കുറെ കാലം ഒരു അസുഖമുണ്ട്, ഇത് മാറ്റി തരണേ, അത് അവർക്ക് ഫലം ചെയ്യും. എന്തിനു വേണ്ടിയാണ്? കാരണം ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്കെല്ലാവർക്കും അറിയാം, തങ്ങളെ നാവ് കൊണ്ട് തങ്ങൾ സത്യമല്ലാത്തെന്ന് പറയാറില്ലല്ലോ, അല്ലേ? മാത്രമല്ല തങ്ങൾ സ്വന്തം ഇഷ്ടത്തിനും പറയാറില്ല. തങ്ങൾ എന്ത് പറയണേ അള്ളാഹിന്റെ ഓർഡർ പ്രകാരം പറയുള്ളൂ. അതുകൊണ്ട് ആ ആരംഭപ്പൂവായ തങ്ങളാ പറഞ്ഞത്, സംസം നിങ്ങൾ എന്തിന് കുടിക്കുന്നോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിനു വേണ്ടി ഉപകാരപ്പെടും. കുടിക്കേണ്ട പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും സംസം. ഈ സംസം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളങ്ങളിൽപ്പെട്ട എത്രാമത് വെള്ളം? 1ാമതോ 2ാമത്? നിങ്ങൾക്ക് ഉംറ ആവശ്യമില്ല. 2ാമത് വെള്ളം. എന്നാ 1ാമത് ഏതാ? ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ വിരലുകൾക്കിടയിൽ വന്നല്ലേ. അപ്പൊ ഹൗദുൽ കൗസറോ സ്വർഗത്ത് തള്ളല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഹൗദുൽ കൗസറിന്റെ സ്ഥാനം കുറഞ്ഞല്ല, പക്ഷെ എന്താണ്, സംസമാണ് 2ാമത് അത്ര ശ്രേഷ്ഠതയുള്ള വെള്ളം.
ആരംഭപ്പൂവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുട്ടിയായപ്പോ തങ്ങളെ നെഞ്ഞു കീറിയ സ്റ്റോറി അല്ലേ? അന്ന് തങ്ങളെ നെഞ്ഞു കീറിയ സമയത്തൊക്കെ അവിടെ ഉപയോഗിച്ചിരുന്ന വെള്ളം സംസമാണ്. പരിശുദ്ധ കഅബാലയം നിർമ്മിക്കുന്ന സമയത്തും ഉപയോഗിച്ച സംസമാണ് അതിന്റെ തറ നിർമ്മിക്കാൻ വേണ്ടി. ഇങ്ങനെ തുടങ്ങി ഒരുപാട് പുണ്യങ്ങൾ സംസമിനുണ്ട്. സംസമിനെ കുറിച്ച് മാത്രം നമുക്ക് അവിടുന്ന് ചരിത്ര ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ട് സംസമിന്റെ ആ ഭാഗത്ത് എത്തുമ്പോ ആ സംസം വെള്ളം നമ്മൾ അല്പം കുടിക്കാൻ, അങ്ങനെ അല്പം കുടിച്ചു കഴിയുമ്പോ നമുക്ക് എന്ത് ചെയ്യും, അത് കുടിക്കുന്ന പ്രത്യേക സുന്നത്തുണ്ട് കേട്ടാ. അപ്പൊ ആ സംസം കുടിക്കണ്ടേ? അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാന്മാർ പറയുന്നതായി കാണാം, സംസം നിങ്ങൾ വയറ് നിറച്ചും പിന്നെ കുറച്ചും കുടിക്കണം. വയറ് നിറച്ചും പിന്നെ കുറച്ചും. സംസം എത്രത്തോളം കുടിക്കുന്നു അത്രത്തോളം നമ്മുടെ ഹൃദയം ശുദ്ധിയായിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? മാക്സിമം കുടിക്കാം. പക്ഷേ തവാഫ് കഴിഞ്ഞോണ്ട് മാക്സിമം കുടിക്കരുത്. കാരണം എന്താ, തവാഫ് കഴിഞ്ഞോണ്ട് കുടിച്ചു കഴിഞ്ഞാൽ സൈനിടെ മുട്ടൂലേ? എന്ത് പാത്താ മുട്ടന്ന എന്താ മൂത്രയ്ക്കാൻ മുട്ടൂലേ? അപ്പളാവും വന്നൊരു ഉസ്താദെ എനിക്ക് മൂത്രയ്ക്കാൻ പോവാണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആയിക്കോട്ടെ താത്ത നിങ്ങൾ കൂടെ ആരാളുള്ളത്? എന്റെ കൂടെ ആരുമില്ല ഉസ്താദെ, പോവാനല്ല. കുടുങ്ങി, ആകെ കുടുങ്ങില്ലേ? ഏതെങ്കിലും ഇത്താതെ കൂടെ ഉണ്ടെങ്കിൽ അവരെന്നാ പറഞ്ഞ പോലെ ഒരു ഉമ്മ പറയാ എന്റെ കൂടെ ആരില്ല, അപ്പൊ ആകെ പെട്ട്. അപ്പം അതുകൊണ്ട് ആരും പെടാൻ വേണ്ടി നിൽക്കരുത്. കാരണം നമ്മൾ സംഗതി അമല് പൂർത്തിയാവണ്ടേ. അപ്പൊ ഉമ്രക്കടയിൽ എന്ത് ചെയ്യുക, അല്പം കുടിക്കാം കേട്ടാ. ഇത് പലപ്പോഴും ഉണ്ട്, അനുഭവം ഉണ്ട്. അങ്ങനെ സംസമിന്റെ മഹത്താന്ന് കേട്ടിട്ട് ഇത്താത്താർ എന്ത് ചെയ്യും, പിന്നെ ഞാൻ റൂമിൽ പോയിട്ട് ഇങ്ങോട്ട് വരണ്ടേ, അത് പഠിച്ച് പോകുന്ന സമയത്ത് മാക്സിമം കുടിക്കും. അത് ആരും പറയല്ലോ, ഞാൻ എല്ലാവരും നല്ല ഉദ്ദേശം ചെയ്യണേ, പക്ഷെ മൂത്രയ്ക്കാൻ മുട്ടൂലേ? ഇത് പിന്നെ അങ്ങോട്ട് പോയേണ്ട കേസല്ലേ, പിന്നെ സൈയിലേക്കല്ലേ പോകുന്നേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കാം. അവിടുന്ന് അല്പം കുടിക്കാം, പിന്നീട് നിങ്ങൾ റൂമിൽ പോയിട്ട് സൗകര്യം പോലെ കുടിച്ചോളി. നമ്മള് മക്കയിലുള്ളിടത്തോളം ദിവസം മദീനയിലും ഇഷ്ടം പോലെ സംസം ഉണ്ടാവട്ടാ. അപ്പൊ നമ്മൾ എല്ലാവരും ത്വവാഫ് കഴിഞ്ഞു, ഇനി സൈയിലേക്ക് പോലെ അല്ലെ? സൈയിലേക്ക് പോകാൻ വൈബില്ലേ? നമ്മളെ ഹാജറ ഉമ്മ ചെറിയ കുട്ടിയായിരിക്കുമ്പോ, ചെറിയ കുട്ടി എന്ന് പറഞ്ഞാല് പ്രായം കൊണ്ട് ചെറുതായിരിക്കുമ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹാജറ ഉമ്മയെ ആ പിഞ്ചോമന കുഞ്ഞിനെയും കൊണ്ട് അവിടെ കൊടുന്ന് ഏൽപ്പിച്ചു വന്ന്. ആ സമയത്ത് ഹാജറ ഉമ്മ ചോദിച്ചതാണ് പ്രിയതമയോട്, എവിടേക്കാ ഞങ്ങൾ ഈ സാധുക്കളെ ഇവിടെ വെച്ച് പോകുന്നത്? അന്ന് കാലത്ത് പരിശുദ്ധ കഅബാലയത്തിന്റെ പരിസരം ഒരു മനുഷ്യന്മാരും അവിടെ താമസിക്കാറില്ല. കാരണം അവിടെ വെള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. ആ ഒരു കാലമാണ്. അന്ന് ആ പിഞ്ചോമനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹാജറ ഉമ്മയെയും കൊണ്ടുവച്ച സ്ഥലമാണ് പ്രിയമുള്ളവരെ പരിശുദ്ധമായ സഅയിന്റെ താഴ്വാരം. ആ സ്ഥലത്ത് പോയി കാണണ്ടേ നമുക്ക് ഇൻഷാ അല്ലാഹ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാലിങ്ങനെ ഇട്ട് അടിക്കുമ്പോ ഹാജറ ഉമ്മയുടെ വിഷമം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതും, അന്ന് ഹാജറ ഉമ്മ ആ ഓടിയിരുന്ന രംഗങ്ങൾ എന്തൊക്കെയൊക്കെ നേരിട്ട് കണ്ട് ഓരോ ദിവസവും രാത്രി ചരിത്ര ക്ലാസ് ഉണ്ടാവും. ഓരോ കഅബയുടെ തുടക്കം മുതൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിവാഹത്തിലൂടെ പോയി, ഹാജറ ഉമ്മയ്ക്ക് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടായതിലൂടെ പോയി, അങ്ങനെ ആരംഭപ്പൂവിലൂടെ പോയി ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാത്രി നമ്മുടെ ചരിത്ര ക്ലാസ് എല്ലാം വിശദീകരിക്കട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. കുറച്ചായിട്ടാണ് ബറക്കത്തിന്. അപ്പോ എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പം എല്ലാവരും സഅയിലേക്ക് എത്തില്ലേ? എല്ലാവരും സഅയിന്റെ നിയ്യത്തൊക്കെ, സഅയും കൂടി കഴിഞ്ഞാൽ തീർക്കല, സഅയും കൂടി കഴിഞ്ഞാൽ അമല് പൂർത്തിയാവല്ലോ. ഇപ്പൊ എല്ലാ പുരുഷന്മാരെല്ലാവരും ഇപ്പൊ നിലവിലുള്ളത് ഇങ്ങനല്ലേ? നിലവിലുള്ളത് ഈ ഒരു കോലത്തിലല്ലേ? ഈ വസ്ത്രത്തിലല്ലേ? അല്ലല്ലേ? നമ്മൾ ഉഷാറാണ്. അപ്പൊ നിലവിൽ നമ്മൾ എന്ത് ചെയ്യാ, എല്ലാ പുരുഷന്മാരുള്ള ഈ കോലത്തിലല്ലേ? അങ്ങനെ നമ്മൾ ത്വവാഫ് കഴിഞ്ഞു. പിന്നെ ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പരിശുദ്ധ കഅബയിലേക്ക് തിരിഞ്ഞു സഅയിന്റെ നിയ്യത്ത് വെക്കുന്നു. അങ്ങനെ സഅയി തുടങ്ങാം. സഅയി എന്ന് പറഞ്ഞാല് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, സഅയില് വുളു നിർബന്ധമല്ല. സഅയില് വുളു നിർബന്ധമല്ല. ത്വവാഫില് വുളു നിർബന്ധമുണ്ട്. സഅയില് ഇനി ഒരാൾക്ക് വുളു മുറിഞ്ഞു വെച്ചിട്ട് ഞാൻ ആകെ പോയി വുളുർത്ത് കഷ്ടപ്പെടണ്ട. മനസ്സിലായില്ലേ? വുളുർക്കാനൊക്കെ അവിടെ സൗകര്യം ഉണ്ട് കേട്ടോ. ഇത് സഅയിന്റെ സൊഫ, ഇത് മർവ. തോന്നില്ലേ? ഇങ്ങനെ മനസ്സവിടെ എത്തിയാലേ തോന്നുള്ളൂ. അല്ല ഇതെന്തൊരു കട്ട, ഇതെന്തോ ഒരു ചില്ല് തോന്നും. മനസ്സിലായില്ലേ? അപ്പൊ സൊഫയിൽ നിന്ന് തുടങ്ങി മർവയിലെത്തുമ്പോഴാണ് ഒരു സഅയി പൂർത്തിയാവുക. സഅയിലെ ഒന്ന് ഒരു ചുറ്റു പൂർത്തിയാവുക. ഇപ്പൊ നമ്മൾ ഉംറ പറഞ്ഞപ്പോ എന്താണ്, ഇവിടെ തുടങ്ങി ഇങ്ങനെ പോയി ഇവിടെ എത്തണ്ടേ? ഇതങ്ങനെയല്ല. ഇത് സൊഫയിൽ തുടങ്ങി മർവയിലെത്തിയ ഒന്ന് പൂർത്തിയായി. അങ്ങനെ മർവയിൽ തുടങ്ങി സൊഫയിലെത്തി കഴിഞ്ഞാൽ എന്തായി? 2 പൂർത്തിയായി. അങ്ങനെ 7 തവണ ചുറ്റുമ്പോഴാണ് സഅയി പൂർത്തിയാവുക കേട്ടാ.
അപ്പൊ ഇവിടെ തുടങ്ങി നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഖിബിലേക്ക് തിരിഞ്ഞു, നിയതിച്ചു, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പറഞ്ഞു, ചൊല്ലാൻ ചൊല്ലില്ലെങ്കിൽ പോയി അവിടെ തിരിച്ചിങ്ങെത്തുമ്പോൾ 2 ഓക്കെ. അതിൻ്റെ ഇടയിൽ മുകളിൽ ഇങ്ങനെ പച്ച ലൈറ്റുള്ള സ്ഥലം കാണാം. അവിടെ എത്തുമ്പോൾ പുരുഷന്മാരെല്ലാവരും എന്ത് ചെയ്യാം, ഒന്ന് അല്പം ഓടാന്ന് പറയുമ്പോൾ ചില ഉമ്രക്കാരാണ് പരക്ക ഓട്ട മത്സരം നടത്തും പോലെ. അങ്ങനല്ല, മനസ്സിലായില്ലേ? അങ്ങനല്ല. ആ ഓട്ടത്തിൽ അടിസ്ഥാനങ്ങളുണ്ട്. അതായത് ഓട്ട മത്സരം നടത്തും പോലെ ഓടേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഹാജറാവുമ്പോൾ ചെയ്തതിനെ സ്ത്രീകൾ ഓടണ്ട, പുരുഷന്മാരാ ഓടാൻ. അപ്പൊ അതിന്റെ സ്ത്രീകൾക്ക് അന്ന് ഹാജറാവുമ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹാജറാവുമ്പോൾ ചെയ്ത ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, ആ ഒരു അന്നത്തെ ആ സാഹചര്യം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് റെസ്പെക്ട് ചെയ്യുക. അതുപോലെ തന്നെ വേറെയും ചരിത്രങ്ങൾ പലതും ഉണ്ട് അവിടെ, അത് ഓടുന്നതിന് വേറെയും കാരണങ്ങളൊക്കെ ഉണ്ട്. ഇടയില്ലേ ഞാൻ കുടിക്കും. അപ്പൊ അല്പം സംസം എല്ലാരും കുടിക്കാം കേട്ടാ. പരിശുദ്ധമായ സംസം നല്ല നിയതിച്ച് കുടിച്ചോളി. എപ്പോഴും കിട്ടണല്ല കേട്ടാ. നമ്മളെ ഉംറക്ക് റാഹത്തിലാണ് നിയതിച്ച് കുടിച്ചോളിട്ടാ. നമ്മള് എപ്പോഴും നമുക്ക് വേണ്ടിയുള്ള വായിക്കണ്ടേ, നമുക്ക് കൂടുതൽ എല്ലാവർക്കും വേണ്ടി വായിക്കണം. പഠിച്ചോ എന്റെ ഉഷാറാക്കണം എന്നല്ല, എന്റെ കൂടെ ഈ സഭയിൽ എല്ലാവരും റാഹത്തായി ഉംറയിൽ പങ്കെടുക്കണേ, അതിന് തൗഫീഖ് കൊടുക്കണേ അല്ലാഹ് എന്നെപ്പോഴും എല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെ ഈ ഉംറ ക്ലാസ്സിന് ഖിദ്മ ചെയ്യുന്നവർക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. അപ്പോ അവരൊക്കെ നമ്മുടെ കൂടെ നമ്മുടെ യാത്രാ ജീവിതത്തിലുള്ള നമ്മളെ യാത്രാ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള പ്രിയപ്പെട്ട ഉമ്മയുണ്ട്. അല്ലാഹു ഉമ്മാക്ക് എല്ലാവർക്കും നല്ല റാഹത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ ആ സംസം കൊണ്ടുവരുന്ന കൊച്ചുകുട്ടി അള്ളാഹു അവരെ നല്ല സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവ സംസമെല്ലാം നല്ല നിയന്ത്രിച്ച് കുടിച്ചോളിട്ടാ. എന്റെ ഉംറ യാത്രയും ബാക്കിയൊക്കെ റാഹത്തിലാ, നല്ല നിയന്ത്രിച്ച് കുടിച്ചോളി. ഇനി സംസമ കുടിച്ചോളി. സംഗതി ഇങ്ങനെ പോകണ്ട. സഹി ഇപ്പൊ നമ്മൾ എവിടെത്തി? 7 കഴിഞ്ഞില്ലേ? 7 സഹി കഴിഞ്ഞില്ലേ? ഇപ്പൊ 7 സഹി കഴിഞ്ഞ് നമ്മങ്ങനെ ഇരിക്കാം. അപ്പൊ ഇനി എന്താ ബാക്കിയുള്ളത്? ഇനി ബാക്കിയുള്ള എന്താ? നിയ്യത്ത് കഴിഞ്ഞോ, തവാഫ് കഴിഞ്ഞോ, സഅയ് കഴിഞ്ഞു അല്ലെ, മുടി കളയാ, അതായത് തഹല്ലുലാവും അല്ലെ. അപ്പൊ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തതിനു ശേഷം നമ്മൾ മനസ്സിൽ ആത്മാർത്ഥമായി നിയ്യത്ത്, ഞാൻ ഈ ഉംറയിൽ വിരമിക്കുന്നു, അങ്ങനെ നിയ്യത്ത് വെക്കുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, നേരെ മുടി കളയുന്നു. മുടിയിൽ നിന്ന് അല്പം കളയുക എന്നുള്ളതും, മുടിയിൽ നിന്ന്, അതായത് പല അഭിപ്രായങ്ങളുണ്ട്. ആ മുടിയിൽ നിന്ന് അല്പം ഇങ്ങനെ നമ്മൾ എന്താ നിർബന്ധമായി കളഞ്ഞിരിക്കണം കേട്ടാ, അവിടെ നമ്മൾ തഹല്ലുലാവുള്ളൂ. ഇപ്പൊ ഒരാൾ തഹല്ലുൽ ആയില്ല സങ്കല്പിക്കാം, അതായത് ചിലപ്പോൾ നമ്മൾ ഈ കത്രിക എടുക്കാൻ മറന്ന് ഇനി റൂമിൽ പോയിട്ട് തഹല്ലുലാ വിചാരിച്ചു. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ റൂമിൽ പോകുമ്പോഴൊക്കെ നമ്മൾ എന്താണ് ഇഹ്റാമിനെന്നുള്ളത് മനസ്സിലായില്ലേ? വളരെ ഗൗരവമുള്ള വിഷയമാണ്, പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അങ്ങനെ റൂമിൽ പോയിട്ട് ചെയ്താൽ പോലെ ചിലർ മുണ്ടനം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭപ്പുവാൻ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യ കാര്യമായി ദുആ ചെയ്ത ആർക്കാ? അല്ലാഹു മുർഹമിൽ മുഹല്ലിഖീന, തല മുണ്ടനം ചെയ്തവർക്കാ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യണ്ടേ? നോക്കട്ടെ ആരൊക്കെ മുണ്ടനം ചെയ്യണ്ടേ. ചിലർ ഉസ്താദ് നാളെ ചെയ്യാം അവസാനം 8ാമതും പറയും ഇനിയിപ്പോ ചെയ്ത നാട്ടിൽ പോകുമ്പോൾ മുടി ഉണ്ടാവുമല്ലോ. അങ്ങനെയല്ല, മുണ്ടനം ചെയ്ത് വളരെ ഉഷാറാ മുസ്ലിയാർ. ഞാനല്ല, നമ്മളെല്ലാവരും ചെയ്യട്ടാ ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിനൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ സഅയ് കഴിഞ്ഞ് നമ്മളെല്ലാവരും മുടിയിൽ നിന്ന് അല്പം കളഞ്ഞില്ലേ. സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കുക, മുടി അല്പം വെട്ടുമ്പോൾ എന്ത് ചെയ്യുക, പുറത്ത് കാണാത്ത രൂപത്തില് ഒന്ന് മാറുന്ന ചെറിയ ചെറിയ സൗകര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ഒരു ഉംറ കഴിഞ്ഞു, അൽഹംദുലില്ലാ. എന്താണ് നിങ്ങൾ അൽഹംദുലില്ലാ അറിയാ? നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വപ്നമല്ലേതോ ഒരു ഉംറ എന്നുള്ളത്. ഫർള് കഴിഞ്ഞു, ഇതൊക്കെ സുന്നത്തല്ലേ. ഒന്നാമത്തെ ഉംറ ക്വാളിറ്റി വേറെ തന്നെയാണ്. ഫർളായ ഉംറക്ക് ഒരു കൂലി, സുന്നത്തായ ഉംറക്ക് വേറെ കൂലി, രണ്ടും കൂലി മാറ്റില്ലേ. ഫർളിന് കൂലിയല്ലേ. അങ്ങനെ എന്തായി, നമ്മളെല്ലാവരും ഉംറ കഴിഞ്ഞു. ഇനി എല്ലാവരും വീണ്ടും റൂമിലേക്ക്. അപ്പോഴേക്കും എത്ര സമയമായി നിങ്ങൾക്ക്? രാത്രി 2 മണി, 1 മണി, 2 മണി ഉണ്ടാവും. വേഗം പോയി കിടന്നുറങ്ങാനെ, നല്ല സുഖമായി കിടന്നുറങ്ങാം. എന്താ കാരണം? ചിലപ്പോൾ നമുക്ക് എന്റെ സുഹൃത്ത് ഉണ്ടായ അനുഭവം എന്താ പറയുക, അവന്റെ ഉമ്മ ഉംറക്ക് ഇതേപോലെ പോയി. അവന്റെ ഉമ്മ ചെന്നന്ന് മുതൽ ഫുൾ ടൈം ഹറമിൽ തന്നെ. അവന്റെ പറയാ ഉമ്മയുടെ ഹറമെന്ന് നീച്ചു പോകില്ല, കാരണം നമ്മള് സന്തോഷം കൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ ആ ഉമ്മാക്ക് പിന്നെ മദീന പോകുമ്പോഴേക്കും ഉമ്മ ഡൗൺ ആയി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആരംഭപ്പൂവിന്റെ മദീനയിൽ പോകുമ്പോ ആരോഗ്യം നഷ്ടപ്പെട്ട തീർച്ചയായും നഷ്ടല്ലേ അല്ലേ? അതുകൊണ്ട് എന്താ ചെയ്യാ, നമ്മളിങ്ങനെ നിർദ്ദേശം തരും. അപ്പൊ ആ രൂപം ചെയ്താൽ പ്രശ്നമില്ല, നിങ്ങളുടെ ആരോഗ്യത്തിന് പറ്റിയ കോലത്തിലല്ല നമ്മൾ എന്നാലും പറയുള്ളൂ. മെല്ലെ മെല്ലെ ചെയ്താല് എല്ലാം നമുക്ക് ചെയ്യാം. പിന്നെ ഫ്രീ സമയത്തൊക്കെ ഹറമിൽ പോയിരിക്കാം. അപ്പൊ ഒന്നാമത്തെ ഉംറ നമ്മൾ എല്ലാവരും റൂമിൽ ഒന്ന് സുഖമായി കിടന്നുറങ്ങാം. അടുത്ത ദിവസത്തെ ഷെഡ്യൂൾ ഞാൻ പറയും, ആ സമയത്ത് എല്ലാവരും ഇറങ്ങി റെഡി ആയാൽ മതിട്ടാ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ ഉംറകളെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. ഇപ്പൊ എല്ലാവരും ഒരു ഉംറ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇനി മക്കത്ത് എന്തൊക്കെ സംഭവങ്ങളാ പറയണേട്ടാ. ഇപ്പൊ അമലയില്ലേ ഇല്ല,
ഇതുവരെ ഞങ്ങൾക്ക് ചെറിയ ഐഡിയ കിട്ടിയോ? എല്ലാം കൂടി പുകട്ട പോലെ തോന്നിയോ? അല്ലേ, നവപ്പല്ല. പിന്നെ നമ്മളുണ്ടാവും കൂടെ. എന്നാലും നിങ്ങൾ കൂടെ, ഞാൻ ഇപ്പൊ ഈ ചങ്ങായി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ കൂടെ ഉണ്ടാവും. എങ്കിലും നമ്മൾ സ്വന്തം അറിഞ്ഞ് ചെയ്യുമ്പോൾ സന്തോഷം വേറെ തന്നെ അല്ലേ? ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ മക്കയിലെയും മദീനയിലെയും താമസങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു യാത്രന്റെ രൂപം ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. വരുമ്പോഴേക്കും നമ്മൾ അക്ഷമരാവരുത്. നമ്മൾ യാത്ര നല്ല ക്ഷമാശീലരാവണം. ചെറിയ ചിലപ്പോൾ കുറെ നേരം ഇരിക്കുമ്പോൾ ചെറിയ പ്രായമുള്ളവർക്കാണ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പിന്നെ അവിടുത്തെ ബസ്സാണെങ്കിലോ AC ഇടാതെ പോകാനും പറ്റൂല. AC ഇടാതെ പോകാൻ പറ്റൂല. വേറെ ഓപ്ഷനില്ല, ഗ്ലാസ് തുറക്കുന്ന ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പൊ ഇനി AC ഇട്ടേ പോയിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ മുകളിലെ AC മുകളിലത്തേക്ക് ഓഫാക്കല്ല, മൊത്തം AC ഓഫാക്കാൻ പറഞ്ഞത് നടക്കൂല. മനസ്സിലായില്ലേ? അപ്പൊ ചിലപ്പോ ഞങ്ങൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. സാരല്ല, അള്ളാന്റെ ഹറമുക്കോണല്ലേ. അങ്ങനെ നമ്മളെല്ലാവരും എത്തി. നമ്മളെല്ലാ കാര്യവും കഴിഞ്ഞ് 2-ാം ദിവസം, ഇപ്പൊ ഒരു ദിവസം കഴിഞ്ഞ് ഇന്ന് മഗ്‌രിബിന് എത്തി. നമ്മള് ഇന്ന് ഉച്ചക്ക് എത്തി. ഇന്ന് മഗ്‌രിബിന് ശേഷം ഉംറ ചെയ്തു. ഈ രാത്രി കഴിഞ്ഞിട്ടാ അടുത്ത ദിവസം രാവിലെ കമ്പനി വകയുള്ള ഉംറ, കമ്പനി വകയുള്ള സിയാറ പ്ലസ് ഉംറ ട്ടാ. എന്ന് പറഞ്ഞാല് നമുക്ക് അറഫ, മിന, മുസ്ദലിഫ, ജബൽ നൂർ, ജബലു സൗർ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറക്കാൻ പറ്റിയ സ്ഥലം, ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ ജിഹ്റാന എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഒരു ഉംറ. അത് കമ്പനി ഉണ്ടാകുന്ന 2-ാമത്തെ ഉംറ. നിലവിലൊരു ഉംറ കഴിഞ്ഞു, 2-ാമത്തെ ഉംറ ട്ടാ. 2 ഉംറ. അന്ന് നമ്മൾ എന്ത് ചെയ്ത് സാധാരണ, പിന്നെ നമ്മൾ സാധാരണക്കാരായി. കാരണം മറ്റു ഉംറക്കാരെ പോലെ ആയി. മനസ്സിലായി? റെസ്റ്റ് എടുത്ത് കഴിഞ്ഞല്ലേ. അപ്പോ നമ്മൾ സാധാരണ പോലെ 2-ാമത്തെ ഉംറ അന്ന് വൈകുന്നേരത്തോടെ 2-ാമത്തെ ഉംറയും കഴിഞ്ഞു. പക്ഷെ അന്ന് ജബൽ നൂർ, ജബലു സൗർ കാണുള്ളൂ, കയറൂല. വിസ കമ്പനി നമുക്ക് എല്ലാം കാണിച്ചതേ ഉള്ളൂ. കയറല് നമ്മുടെ സ്വന്തം ഇഷ്ടമാണ്. അത് ഞാൻ രൂപം പറഞ്ഞതാ. അതിനുശേഷം നമ്മൾ പിന്നെ 3-ാം ദിവസം, പിന്നെ 2-ാം കഴിഞ്ഞില്ലേ, 3-ാം ദിവസം നമ്മൾ മസ്ജിദ് ആയിഷയിലേക്ക് പോയി. ആയിഷ ഉമ്മ ഇഹ്റാൻ ചെയ്ത സ്ഥലത്ത് പോയി. അവിടുന്ന് ഇഹ്റാൻ ചെയ്തുകൊണ്ട് 3-ാമത് ഉംറ. അങ്ങനെ 3 ഉംറ നമ്മൾ നിലവിൽ കഴിഞ്ഞു. 3 ദിവസം ആകുമ്പോട്ടാ. ഇപ്പൊ നമ്മൾ 3-ാം ദിവസത്തിലല്ലേ പോകുന്നില്ലേ? 3-ാം ദിവസം കേട്ടാ. അങ്ങനെ 3 ഉംറ കഴിഞ്ഞാല് ഇനി 4-ാം ദിവസം നമ്മൾ രാവിലെ തന്നെ താല്പര്യമുള്ള എല്ലാവരും കൂട്ടിയിട്ട് ജബൽ നൂർ കയറാൻ ആർക്കൊക്കെ താല്പര്യം ചോദിക്കും. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 2 ദിവസം മുമ്പ് കമ്പനി സിയാറയില്. പിന്നെ ആ സ്ഥലത്തേക്ക് ആർക്കൊക്കെ താല്പര്യമുണ്ട്, താല്പര്യമുള്ളവർ മാത്രം, അല്ലാതെ നിർബന്ധിച്ചു കൊണ്ടുപോകുന്നില്ല. പിന്നീട് ആരോ ഈ അടുത്തിനോ പറഞ്ഞ് ഏതോ ഒരു ബാച്ചില് ആ ഉസ്താദ് എല്ലാം നിർബന്ധിച്ചു കൊണ്ട് ആൾക്കാരെ മടുപ്പിച്ച്. മനസ്സിലായില്ലേ? നമ്മളെ പരസ്യം കാണുന്ന 8 ഉംറ ഉണ്ടാവും, അങ്ങനെ പരസ്യം കാണില്ലേ. അപ്പൊ എന്നോട് സുഹൃത്ത് വിളിച്ചാലാണ്, ഉസ്താദ് ചില ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടാവും അനുഭവങ്ങൾ, ഇങ്ങനെയൊക്കെ അതിയാക്കി കഴിഞ്ഞാല് നമ്മളതിൽ ഒന്നും നിർബന്ധങ്ങളില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ വരാണ് ഉസ്താദ് ഞാൻ ജബൽനൂരിലേക്ക് ഇല്ല, ഓക്കെ, ഒരാളും നിർബന്ധിക്കൂല. ഒരു ഉപ്പ വരാണ് എനിക്ക് ആഗ്രഹമുണ്ട്, ആരോഗ്യമുണ്ട്, നമ്മൾ കൊണ്ടുപോകും. മനസ്സിലായില്ല? അല്ലാതെ നിർബന്ധിക്കുന്ന പരിപാടി ഒന്നുമില്ല. അതൊക്കെ സ്വന്തം നമ്മുടെ അമലിന്റെ വിഷയമല്ലേ. ഈ ജബൽനൂർ കാരണം താല്പര്യം ആർക്കായി ചോദിക്കും. അപ്പൊ താല്പര്യമുള്ളവർക്ക് മാത്രം 10 രൂപ ചെലവ്. എന്താണ് ഈ 10 രൂപ ചെലവ്? അങ്ങോട്ട് പോകുന്ന ടാക്സി 5 രൂപ, ഇങ്ങോട്ട് 5. നിങ്ങളെ കൂടെ ഉസ്താദ് എന്ത് സങ്കല്പിച്ചോടി, നിങ്ങൾ ഒരു 4-5 ആളുകൾ സങ്കല്പിക്കാം. അപ്പൊ ആ ടാക്സിയിൽ ഉസ്താദിന് ഫ്രീ കിട്ടില്ല. ബസ്സാണെങ്കിൽ നമുക്ക് ഫ്രീ കിട്ടും. മനസ്സിലായില്ലേ? അത് പ്രവാസികൾക്ക് അറിയാം. ടാക്സിയിൽ ഞാനെടുക്കും പൈസ ഒക്കെ ഉണ്ട്, പക്ഷെ ആ ക്യാഷ് നിങ്ങൾക്ക് ചെലവ് വരൂല. അതാ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ വരുന്നത് അങ്ങോട്ട് 5, ഇങ്ങോട്ട് 5. ജബൽനൂർ കയറാം, ഹിറാ ഗുഹ കാണാം, ആരംഭപൂവായ മുത്ത്, സുജൂദ് കടന്ന മുത്തായ തങ്ങൾ സമയം ചെലവഴിച്ച, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ, എല്ലാ നിലക്കും ഖദീജ ഉമ്മയായിട്ട് സഹവാസം ഉണ്ടായ, എല്ലാ നിലക്കും പുണ്യമായ ജബൽനൂർ നമുക്ക് കയറാം, കാണാം. കാണണ്ടേ? അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങളെ മനസ്സുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഉറപ്പിച്ച നിയ്യത്തുണ്ടെങ്കിൽ അതൊക്കെ കിട്ടും. മനസ്സിലായില്ലേ? എല്ലാവർക്കും നാം മനസ്സുകൊണ്ട് ആത്മാർത്ഥം ഉറപ്പിച്ച് നിയ്യത്തുണ്ടെങ്കിൽ എല്ലാം കിട്ടും. എന്റെ ഉമ്മ ആദ്യമായി ഉംറക്ക് വന്ന സമയത്ത് ഞാൻ ഓർക്കാണ്, തലയിൽ മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ആദ്യത്തെ ഉംറക്ക് ഓടി. അങ്ങനെ ആ സമയത്ത് എന്റെ കൂടെ നമ്മുടെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്, എന്റെ ഫാമിലി ഉള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെ ജബൽനൂർ കയറാൻ സമയത്ത് ഉമ്മാന്റെ തലയിൽ മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ചു കാലം റെസ്റ്റ് അധികം ആയിട്ടില്ല. ആ സമയത്ത് ഉമ്മാന്റെ മനസ്സിൽ ആ ഒരു ഇഖ്ലാസ് കൊണ്ട് എന്തായി, ഉമ്മ കയറി മുകളിലെത്തി, അത് കഴിഞ്ഞ് നേരെ തിരിച്ചു പോകുന്നു ചെയ്യും. എന്നാൽ കൂടെയുള്ള ഒരു അസുഖമില്ലാത്ത പലരുണ്ട്. അവര് പകുതി ഉസ്താദ് ഇനി എന്നെ കൊണ്ട് കഴിയില്ല. മനസ്സിലായില്ലേ? എന്തായാലും മനസ്സിനാണ് നല്ല പവർ വേണ്ടത്. ആ മനസ്സിന് പവർ കൂടുമ്പം ബാക്കിയൊക്കെ എളുപ്പമായി തോന്നും. കാരണം ജബൽനൂർ കയറാൻ അത്ര വലിയ സിമ്പിൾ അല്ല, എന്തോ കഷ്ടപ്പാടുമല്ല. അപ്പൊ എന്താ ചെയ്യാ, ജബൽനൂർ കയറി കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഒരു ഉംറ. അപ്പൊ എത്ര ഉംറയായി? 4 ഉംറയില്ലേ? 4 ഉംറയില്ലേ? ആ ജബൽനൂർ കയറി വന്നാണ് ആ 4 ഉംറ.
അത് കഴിഞ്ഞ ഹുദൈബിയ എന്ന് പറയുന്ന വലിയ സന്ധി നടന്ന ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും വലിയ വിഷമത്തോടെ തിരിച്ച് മദീനയിലേക്ക് പോയ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച ഒറിജിനൽ സ്ഥലം മുത്തായ തങ്ങൾ നിന്ന സ്ഥലം കാണിക്കും. അവിടെയൊക്കെ ആ സ്ഥലത്ത് പോയിക്കൊണ്ട് അവിടുന്ന് ഇഹ്റാം ചെയ്തൊരു യാത്ര, അതായത് ആ യാത്രക്ക് നിങ്ങൾക്ക് 30 രൂപയോ 35 രൂപയോ ചെലവ് വരും. മനസ്സിലായില്ലേ? അതൊക്കെ അത് താല്പര്യമുള്ളവർക്ക് ഒരാൾ പറയാം, ഉസ്താദ് ഞാൻ അതിലേക്കില്ല, എന്റെ കയ്യിൽ ക്യാഷ് തികയൂല, കുഴപ്പമില്ല. അത് കഴിഞ്ഞ തോയിഫിലേക്ക് ഒരു യാത്ര. അപ്പം ഇപ്പൊ നമ്മൾ 4 ഉംറ കഴിഞ്ഞ് ഹുദൈബിയെ പോയ ഒരു ഉംറ, അതിലിപ്പോ ഒട്ടകത്തിന്റെ ഫാമിൽ പോകും, ഒട്ടകത്തിന്റെ എല്ലാം കാണാം, അതിനൊന്നും എക്സ്ട്രാ പൈസ കേട്ടാ. അത് കഴിഞ്ഞ് നമ്മള് ഇപ്പൊ 5 ഉംറയില്ലേ, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് നമ്മള് 6ാമത് ഉംറക്ക് തോയിഫിലേക്ക്. തോയിഫ് എന്ന് പറഞ്ഞാല് ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കളിച്ചു വളർന്ന നാട്ടിലേക്ക് തങ്ങൾ എന്താണ് അഭയം തേടി പോവാ. ആ ആരംഭപ്പൂവനെ കല്ലേറി കൊണ്ട് വേദനിപ്പിച്ചു. തങ്ങള് കല്ലേറി കൊണ്ടപ്പോ തങ്ങൾ കാലിന് രക്തം വരുന്ന സമയത്ത് തങ്ങളൊന്ന് ഇരുന്നപ്പോ ആ ഇരുന്നോടത്ത് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് തങ്ങൾ പോകുന്നതിന് വീണപ്പോ അവിടുന്ന് വീണ്ടും തങ്ങൾ എഴുന്നേൽപ്പിച്ചു. അത്രയധികം തങ്ങളെ വേദനിപ്പിച്ച ആ തോയിഫ് എന്ന പ്രദേശം, തങ്ങൾ ഇരുന്ന സ്ഥലം കാണാം, തങ്ങൾ അവസാനം പോയി തങ്ങൾ ആശ്രയം നേടിയ ആ ഒരു ഇടം കാണാൻ എല്ലാം പോയി കാണുന്ന ഒരു യാത്ര. ആ യാത്രയാണ് തോയിഫ് യാത്ര. അതിനും ചെറിയ റിയൽ എക്സ്ട്രാ ആവശ്യം വരും കേട്ടാ, 30 to 35 റിയാൽ വരെ. അന്ന് ഒരു ഉംറ, അങ്ങനെ 6 ഉംറയിലെ. ഇനി നമ്മുടെ സമയം നോക്കി നമ്മൾ എന്ത് ചെയ്യും? 8 ഉംറ വരെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവും. ഇനി ഒരാൾക്ക് ആരോഗ്യ പ്രശ്നം ഒരു കുഴപ്പമില്ല, നിർബന്ധമൊന്നുമില്ല, ഒരു ഉംറ ഇത് തന്നെ ഫർള് പൂർത്തിയായി. മനസ്സിലായില്ലേ? അല്ലാതെ നമുക്ക് കുറെ എണ്ണം കൂട്ടാൻ വേണ്ടി ചെയ്യരുത്, അതിൽ കാര്യമില്ല. എന്ത് പരിശുദ്ധമായ മക്കയിലെ ഏറ്റവും നല്ല അമൽ എന്താണ്? ഉംറയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കഴിയുന്നത്ര ഉംറ ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്തായി? തോയിഫ് യാത്ര കഴിഞ്ഞ് ഹുദൈബിയെ കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെ സാഹചര്യം സൗകര്യം പോലെ എന്ത് ചെയ്യും? ഹവ്വാ ഉമ്മയുടെ ദർബാറുണ്ട് ജിദ്ദയിൽ. ആ ജിദ്ദയിൽ പോകാൻ താല്പര്യമുള്ളവരുണ്ടോ ചോദിച്ച് ആ താല്പര്യമുള്ളവർക്ക് അവിടെയും പോവാം. ഒക്കെ അവസരം പോലെ ഇൻഷാ അല്ലാഹ്. പിന്നെ പരിശുദ്ധ മക്കയുടെ പരിസര സിയാറ, ഒന്നും എക്സ്ട്രാ ക്യാഷ് ഇല്ലടാ. പരിശുദ്ധ മക്കയുടെ പരിസര സിയാറ, നടന്നുകൊണ്ടുള്ള സിയാറ, അതൊക്കെ നമുക്ക് നമ്മൾ എല്ലാവരും ഒന്നിച്ചു പോകുന്നതിനൊന്നും എക്സ്ട്രാ ക്യാഷ് ഇല്ല. അങ്ങനെ നമ്മൾ ശരാശരി 9 ദിവസം മക്കയിൽ കഴിഞ്ഞാൽ അവസാനത്തെ എക്സ്ട്രാ പറഞ്ഞാ മൊത്തം എക്സ്ട്രാ പറഞ്ഞ അവസാനം എവിടുത്തെ എക്സ്ട്രാ പറഞ്ഞാ നമ്മൾ ഏറ്റവും പറഞ്ഞുതരും. അല്ലാതെ നിങ്ങൾ പിന്നെ കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോ ഞാൻ എന്താ പറയാ, അവിടുത്തെ മദീനയും കൂടി പറഞ്ഞിട്ടാ പറഞ്ഞത്. അപ്പൊ നമ്മൾ 9ാം ദിവസം ശരാശരി, ഈ ശരാശരി പറഞ്ഞാൽ അറിയാം നമ്മൾ ഈ ദമാമ യാത്ര മണിക്കൂർ മാറ്റം ഉണ്ടാവും. അപ്പൊ ചിലപ്പോ 8ാം ദിവസം രാത്രിയാ പോവാം. അപ്പൊ ഇന്നലെ ഉസ്താദെ 9ാം ദിവസം, കാരണം നമ്മൾ പോയ സമയം മാറ്റുണ്ട്. മനസ്സിലായി? എങ്ങനെ കണക്കൂട്ടിയാൽ 15ാം ദിവസം ഇവിടെ ഇറങ്ങും നമ്മൾ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് നമുക്കൊന്നും കുറക്കാനില്ലല്ലോ. നമ്മൾക്കായിട്ട് പാക്കേജ് 15ാം ദിവസം ഇവിടെ ഇറങ്ങിയിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 9ാം ദിവസം നേരെ മദീനയിലേക്ക് പോകും. മദീനയിലേക്ക് പോകുന്ന വഴിയിൽ ഇൻഷാ അല്ലാഹ് ബദറിൽ കയറി അങ്ങനെ ബദരീങ്ങളെല്ലാ സംഭവങ്ങളും കണ്ട് അവിടെ നമ്മൾ നേരെ മദീനയിൽ പോകുന്നു. മദീന എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ വിസ കമ്പനി നമുക്ക് എന്ത് ചെയ്യും? ഒരു സിയാറ അവിടെയും ഫ്രീ ഉണ്ട്. അതിലാണ് നമുക്ക് ജബൽ നൂർ, അല്ല ജബൽ നൂർ മദീന, ഉഹദ് യുദ്ധം നടന്ന സ്ഥലം, ഖന്തഖ് യുദ്ധം നടന്ന സ്ഥലം, ഖന്തഖ് കിടങ്ങ് കീറിയ സ്ഥലം. അതുപോലെ തന്നെയാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ, ആരംഭപ്പൂവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 2 ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച ഒരു പള്ളിയുണ്ട്, ഒരു ഇടമുണ്ട് ഒരേ നിസ്കാരത്തിൽ. അത് ഇൻഷാ അല്ലാഹ് അവിടെ പോയി കാണാം. അതുപോലെ തന്നെയാണ് മസ്ജിദുൽ ഖിബ്ലത്ത്, അതുപോലെ തന്നെ മസ്ജിദുൽ ഖുബ, മുത്തായ തങ്ങള് ആദ്യമായി മദീനയിലേക്ക് വരുമ്പോൾ തങ്ങൾ സ്വീകരിച്ചിരുന്ന, അതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ അടങ്ങിയ സ്ഥലമാണ് മസ്ജിദുൽ ഖുബ. ഇൻഷാ അല്ലാഹ് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കാണിച്ചു തരുന്നൊരു സിയാറ. ഇത് കമ്പനികൾ ഫ്രീ ആണ്. എന്നാൽ ഉഹദ് യുദ്ധത്തിൽ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിക്കേറ്റ് നമ്മളെല്ലാവരും കേട്ടല്ലേ അല്ലേ? കേൾക്കാത്തവർ അറിയുക, അന്ന് മുത്തുനബിക്ക് ചെറിയ പരിക്കേറ്റു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിക്കേറ്റപ്പോൾ തങ്ങൾ കൊണ്ടുപോയി ഇരുത്തിയ ഉൾനാടുകളുണ്ട്. അവിടേക്ക് നമ്മളെ ഈ കമ്പനി ബസ്സും പോകില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മൾ സ്വന്തം ഇഷ്ടം പോലെ. ഞാൻ നേരത്തെ ജബൽ സാർ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ പോയത് ഈ അവിടെ സൗദി ഗവൺമെന്റ് അവിടെ പോകണം എന്നുള്ള അങ്ങനത്തെ അങ്ങനെ വിസയിലൊക്കെ വരേണ്ടല്ലേ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാല്. അപ്പൊ ഈ ഉൾനാടുകളോടുള്ള സിയാറ, ഈ സിയാറുടെ രൂപം എന്ന് പറഞ്ഞാല് ഓരോ ഇന്നോവയിലും 8 ആൾക്കാരുണ്ടാവും. ആ 8 ആൾക്കാർക്ക് ഒരു അമീറുണ്ടാവും. ഞാനല്ലാതെ ഒരു ഉസ്താദ് ഉണ്ടാവും. ഈ ഉസ്താദ് മദീനയിൽ നമ്മൾ തുടങ്ങിയിട്ട് നമ്മൾ ഓരോ ഉൾനാടുകളൊക്കെ കൊണ്ടുപോയി കാണിച്ചിരുന്നു. അതിൽ കാണുന്നതാണ് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിക്കേറ്റപ്പോൾ തങ്ങൾ കൊണ്ടുപോയി ഇരുത്തിയ സ്ഥലം.
തങ്ങൾ ആദ്യമായി ജമ്മു കസറാക്കി നിസ്കരിച്ച സ്ഥലം, അതുപോലെ തന്നെ തങ്ങളുടെ കൈ കുത്തിയ വേറെ സ്ഥലം, അതുപോലെ തന്നെ ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിലായി കിടന്നിരുന്ന മല, അന്ന് വെള്ളമില്ലാത്ത കാലത്ത് ആ മലയുടെ പർവ്വതത്തിന്റെ മുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളം ഒഴുക്കി കൊടുത്തൊരു അരുവി, അങ്ങനെ തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളിൽ മദീനയുടെ ഉൾനാടുകളുടെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാസ കുളിപ്പിച്ച ആരംഭപ്പൂവായ തങ്ങൾക്ക് ഏറ്റവും സംസം കഴിഞ്ഞ പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വെള്ളം അതാണ് ബിർ ഹൊർസിലെ വെള്ളം, ഷിഫാഇന്റെ വെള്ളമാണ്. ആ സ്ഥലത്ത് പോവാം. ഇതെല്ലാം കാണുന്ന എല്ലാം കഴിഞ്ഞ് പരിശുദ്ധമായ ഖുർആന് അടിക്കുന്ന ഖുർആൻ പ്രസ് അടങ്ങുന്ന ഒരു പാക്കേജ്. ഇത് നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കേണ്ടതാണ്. ഇത് കമ്പനി തരുന്നില്ല, മനസ്സിലായല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമുക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ ഉംറല്ലേ, ഉംറുണ്ട്, സിയാറൊക്കെ ഉണ്ട്. ശരിക്കും നമ്മൾ പാക്കേജ് ഇല്ല. ഈ 66 റുപ്യാണ്, അതിൽ വേറെ ഒന്നും ചെലവില്ല. ഒരു സംസം ജിദ്ദ എയർപോർട്ട് അല്ലെങ്കിൽ നമുക്ക് ദമാമെന്നാണെങ്കിലും അത് 12 റുപ്യ 50 പൈസ അല്ലെങ്കിൽ 15 റുപ്യ. എന്താ പറയാൻ അറിയോ? ജിദ്ദ എയർപോർട്ടിൽ 12 റുപ്യ 50 പൈസ ഉള്ളൂ. ഈ ദമാമില് എന്ത് 2 റുപ്യ 3 റുപ്യ റിയാൽ കൂടുണ്ടോ അറിയില്ല. എന്തായാലും അത് നമ്മൾ എല്ലാവർക്കും നിർബന്ധ. ബാക്കി നിങ്ങളെ പാക്കേജിൽ 1 റുപ്യ എക്സ്ട്രാ വരൂല. മനസ്സിലായില്ലേ? പറയട്ടെ, ഞാൻ ഈ എക്സ്ട്രനെ കുറിച്ച് ഞാൻ പറഞ്ഞത് പറഞ്ഞതിൽ ഇത് മാറ്റം വരൂല എന്ന് പറഞ്ഞത്. അതേസമയം മാറ്റം വരലെന്താ? നമുക്ക് സ്വന്തം ഇഷ്ടത്തിനാണ് ജബൽനൂർ കയറുന്നത്. മനസ്സിലായില്ലേ? ജബൽ സൗർ കയറുന്നത് നമ്മുടെ ഇഷ്ടത്തിനാ. അപ്പൊ ഈ കയറും നമ്മളെ ഇഷ്ടത്തിന് ചെയ്യുന്നതിന് മാത്രം എക്സ്ട്രാ വരും. ശരാശരി 100 to 150 റിയാൽ കയ്യിൽ വെക്കാം. ഇനി ഒരു 200 റിയാൽ കയ്യിൽ വെച്ചോളി, വെക്കണേ കുഴപ്പമില്ലല്ലോ. ഇവിടെ നമ്മളിത് അടച്ചതിന്റെ പരിപാടി ഇല്ല. സാധാരണ ഉണ്ടാവില്ല എല്ലാ ട്രാവൽസും മക്കൾ എത്തി കഴിഞ്ഞാൽ അമീർമാരെന്ത് ചെയ്യും? എല്ലാവരും 150 രൂപ കൊടുന്നേരി ഇപ്പോഴത്തെ ഒരു ചെലവിനാണ്. എന്നിട്ട് ഈ 150 വാങ്ങി ഇത് എന്തിനൊക്കെ ഉസ്താദ് ചെലവഴിച്ച് ആകെ തശ്വീഷാവും അല്ലേ? തെറ്റുദ്ധാരണ വഴിയല്ലേ? അതുപോലെ ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യാറോ? നിങ്ങളെ കയ്യിൽ വെച്ചോളി പൈസ. എന്നിട്ട് ജബൽനൂർക്ക് ആരൊക്കെ വരുന്നവർ അപ്പോൾ 10 റുപ്യ എടുക്കാം, അത് കൊടുക്കാം, കഴിഞ്ഞ്. അപ്പൊ ഒരു ഉപ്പ വരുന്നില്ല, ചെലവില്ല. ജബൽ സൗർക്കാരാ വരുന്നുണ്ടെങ്കിൽ മാത്രം ആ 10 കൊടുക്കാം. അതല്ലേ അഭിവേറ്റന്നല്ലേ ഏറ്റവും ഹൈറല്ലേ? അല്ലേ? എനിക്ക് നിങ്ങളത് ഏറ്റെടുക്കണ്ട, നിങ്ങൾ ടെൻഷനും ആവണ്ട. അപ്പൊ ഇനി ഒരു ഉമ്മ പറയാണ്, എന്ത് ഉസ്താദേ, ഞാൻ 6ാമത്തെ ഉംറക്ക് ഇല്ലട്ടാ, ഇന്ന് ക്ഷീണുണ്ട്, ഉമ്മാക്ക് ചെലവില്ല. മനസ്സിലായില്ലേ? അത് എക്സ്ട്രാ ഉംറക്ക് പോകുമ്പോ ആയിഷ പള്ളിക്കാ പോവാ. ഈ ആയിഷ പള്ളിക്ക് പോണത് നമുക്കോ നമ്മുടെ ട്രാവൽസോ എന്താണ് എക്സ്ട്രാ ചെയ്തൊക്കെ എല്ലാവർക്കും പേയ്മെന്റ് വേണ്ടി വരും. മനസ്സിലായില്ല? എത്ര? അങ്ങോട്ടഞ്ച് ഇങ്ങോട്ടഞ്ച്, നമ്മളെ ആവശ്യത്തിന് ചെലവ്. അപ്പൊ ഈ ചെലവുകൾ കൂട്ടിയ ശരാശരി 100 to 150 റിയാൽ കയ്യിൽ വെക്കാം കേട്ടാ. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യം എടുത്താൽ മതി. ഇനി ബാക്കി ഒരു ഉമ്മ പലതിനും പങ്കെടുത്തുക, ഒരു 50 റിയാൽ ബാക്കിയായി, നാട്ടിക്ക് തിരിച്ചെന്ന പൊന്നിന് അതേ വില കിട്ടുമല്ലോ. എല്ലാവരും നാട്ടിൽ നമ്മളുണ്ടല്ലോ പോകുമ്പോ 200 റിയാൽ ആയിക്കോട്ടെ കയ്യിൽ പിടിച്ചു പോയി കറക്റ്റ് പിടിച്ച ആരും വരരുതിട്ടാ. പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക, കറക്റ്റ് പൈസ പിടിച്ച് വരരുത്. കുറച്ച് അവിടെ നിന്ന് തടുക്കാൻ തീരുമാനം ചെയ്തിട്ടാണെങ്കിലും പൈസ എക്സ്ട്രാ കയ്യിൽ പിടിച്ചോണ്ടി. എന്തെങ്കിലും ആവശ്യം വന്നു പെട്ടെന്ന്, ആ സമയത്ത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ത്യൻ പൈസ എത്ര അട്ടി കൊണ്ടിട്ട് കാര്യമില്ല, അവിടെ മാറി കിട്ടും, പക്ഷെ നല്ല മൂല്യം കുറയും, നല്ല കുറയും. നമ്മൾ മാറ്റിയിട്ടുണ്ട്, നല്ല മൂല്യം കുറയും. അതുകൊണ്ട് കഴിയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാൻ 500 റിയാൽ കൈ വെച്ചു എന്നാ ഞാൻ പറയാം. മനസ്സിലായി? അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, പഠിച്ചോനെ 500 റിയാൽ എത്ര റുപ്യ? എത്രയൊന്നുമില്ല, ആകെ 10-12,000 റുപ്യ അല്ലേ? ശരാശരി. ഇത് ഞാൻ പറഞ്ഞോ, ഇത് നിങ്ങളെ കയ്യിൽ വെച്ചോളി എന്നാ പറയണത്, അല്ലാതെ നമ്മളെ ഇവിടെ ട്രാവൽസ് ഏൽപ്പിക്കണമെന്നല്ല കേട്ടാ. എന്തിനാ വെച്ചാല് ഞാൻ പറയട്ടെ, സിമ്പിളായി പറയട്ടെ, നിങ്ങൾക്ക് എന്താ അവിടെ എത്തിയ സമയത്ത് എല്ലാവരും ഈത്തപ്പഴം വാങ്ങുന്നുണ്ട്, സങ്കല്പിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈത്തപ്പഴം വാങ്ങാൻ തോന്നി, അതുവരെ നിങ്ങൾ പോകുമ്പോൾ എന്തിച്ചാന്ന് വാങ്ങണ്ടെന്ന് അവിടെ എത്തി തോന്നി. ഈ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യാ? ആലോചിച്ചു. എന്നോട് ഒരു ഉമ്മ പറഞ്ഞ അനുഭവം ഞാൻ ഇന്ന് ഓർക്കാണ്. ആ ഉമ്മക്ക് സമയത്ത് വീട്ടിൽ റിയാൽ മറന്നു വെച്ചല്ലോ. എന്നിട്ട് ആ ഉമ്മ പറയാം, ഉസ്താദേ ഞാൻ റിയാൽ മറന്നുവെച്ച് എന്താ ചെയ്യാം? അങ്ങനെ കുറച്ചൊക്കെ എൻ്റെ വാങ്ങി, പിന്നെ ആ ഉമ്മക്ക് എൻ്റെ വാങ്ങുന്നു മടിയാവൂലേ? അതുകൊണ്ട് എന്ത് ചെയ്യുക, കുറച്ച് പൈസ എക്സ്ട്രാ കയ്യിൽ വെച്ചോണ്ട് നമ്മൾ ദമാം വഴിയൊക്കെ പോണ യാത്രന് എന്തെങ്കിലും ഒന്ന് എക്സ്ട്രാ നമുക്കൊന്ന് കഴിക്കാൻ തോന്നാൻ, എന്ത് വാങ്ങാൻ തോന്നുമ്പോൾ നമ്മൾ കൈ ഇല്ലാതാവരുത് കേട്ടാ. ഇപ്പൊ സാമ്പത്തികത്തിൽ ഐഡിയ കിട്ടുമെങ്കിൽ